ആ മോനെ, Good afternoon, Dr. TPS. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് പരിചയപ്പെടുത്തുകയല്ലേ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? യാ യു ക്യാൻ സ്റ്റാർട്ട് ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്. എല്ലാവരും വീഡിയോ ഓൺ ഓക്കെ. ആണോ? വീഡിയോ ഓൺ ആണോ? ഓൾവേസ് ബി ഓൺ വീഡിയോ. യാ, പറയും. നമ്മള് എല്ലാവരും ഇപ്പം ആദ്യം പറഞ്ഞ പോലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഓക്കെ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി. ഞാൻ സാവന്ത് എസ്റ്റുപോയി. ഞാൻ ഇതുവരെ വരാത്തൊരു കോളേജ് അത് മാത്രമേ ഉള്ളൂ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ. ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വടകര കേപ്പിലൊക്കെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. കുറേ പ്രാവശ്യം. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് മാത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പറയും. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാല് വളരെ നോർമൽ ആയിട്ട് പോയത്. ഫസ്റ്റ് ഇയർ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഡ്രോയിങ്ങും പിന്നെന്താ ഉള്ളത്? പിന്നെ പുതുതായിട്ടൊരു ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പിന്നെ കോറായിട്ട് നെറ്റ്വർക്ക് തിയറി ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ബേസിക് ഇലക്ട്രോണിക്സ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആരൊക്കെയാണ് ഉള്ളത് ഇപ്പൊ ഇതിനകത്ത്? സാവന്ത് ഉണ്ട്, സാവന്ത് ഐ നോയും. പിന്നെ എന്റെ പേര് വൈഷ്ണവ് ദേവിയാണ്. സാറല്ല, ഡോക്ടർ TPS. ഡോണ്ട് അഡ്രസ് മീ എസ് സാർ, വിച്ച് ഇസ് നോട്ട് ആക്സെപ്റ്റബിൾ ടു മീ. ഡോക്ടർ TPS ഐ ആം വൈഷ്ണവ് ദേവിയം. ഞാനും ഇപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെക്കൻഡ് ഇയർ ചെയ്യുന്നു. സാവന്തിന്റെ അതേ ക്ലാസ്സിലുണ്ട്. ഇവരെല്ലാരും സെക്കൻഡ് ഇയർ ഇലക്ട്രോണിക്സ് ആറല്ലേ? അതെ അതെ അതെ. പിന്നെ വചൻ വിനയിന്റെ ക്യാമറ ടിൽറ്റ് ചെയ്യണം. നിങ്ങളുടെ ടിൽറ്റ് ഓൺ അല്ല, ഹൊറിസോണ്ടൽ ആണ് നല്ലത്. പക്ഷേ മെയിൻ സ്ക്രീനിൽ റെഡ് ആയിരിക്കും ടിൽറ്റ് ഉണ്ടാവും. അത് റെഡ് അല്ലാണ്ട് ആക്കണം, അപ്പോഴേ നേരെ കാണുള്ളൂ. ആ, വൈഷ്ണവിന്റെ വീട് എവിടെയാ മോനെ? എന്റെ വീട് പള്ളിക്കുന്ന് സാർ. പള്ളിക്കുന്ന്. ഇദ്ദേഹത്തിന്റെയോ സാവന്തിന്റെ എവിടെയാ? ഡോക്ടർ ഞാൻ മാഹിയിലാണ്. ഓക്കെ, പറഞ്ഞു ഓർക്കണം. പിന്നെ നെക്സ്റ്റ് സമ്മൺ. നെക്സ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, പരിചയപ്പെടുത്താം നിങ്ങളുടെ പേര്. ഹലോ, ഡോക്ടർ TPS. ആ, ഹലോ. ഹലോ ഇല്ല, ഡോക്ടർ TPS. ഹലോ. ഹലോ. ഇയാളുടെ വീഡിയോ മൂവ് ചെയ്യുന്നില്ലല്ലോ. ശബരിനാഥ്. ആ, ഓഡിയബിൾ ആണ്, പറഞ്ഞോളൂ. യാ ഇപ്പൊ ഓക്കെ. ഇത് എന്റെ പേര് ശബരിനാഥ് ആർ നമ്പ്യാർ. ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയിലെ സെക്കൻഡ് ഇയർ ഇലക്ട്രോണിക്സ് സ്റ്റുഡന്റ് ആണ്. അപ്പം ഞാനും ഈ വർക്ക്ഷോപ്പ് സീരീസിന്റെ എവിടുന്നാണെന്ന് പറഞ്ഞാൽ മതി. എല്ലാരും ഇലക്ട്രോണിക്സ് അതേ കോളേജ് ആയതുകൊണ്ട് അത് പറയണ്ട. ഇളയാവൂരാണ്. ഇളയാവൂരാണ്. ഓക്കെ. പിന്നെ അതെ, ഞാൻ ഇളയായിരുന്നു. അടുത്ത ആള് വേഗം, ഡോണ്ട് വേസ്റ്റ് ടൈം. ഹലോ. ഡോക്ടർ TPS. എന്റെ പേര് അമയനാഥ്. ഞാൻ കൂത്തുപറമ്പാണ്. ഗുഡ്. ഓക്കെ. ഡോക്ടർ TPS. ഞാൻ പ്രശ്നക്കടവെന്നാണ്. ഓക്കെ. പിന്നെ ഡോക്ടർ TPS. ഞാൻ സൗരവ്. ഞാൻ തലശ്ശേരി തന്നെയാണോ? ടൗൺ തന്നെ? തലശ്ശേരി ടെമ്പിൾ ഗേറ്റിലാണ്. ഓക്കെ. ഞാൻ വന്നിട്ടുള്ള അമ്പലമാണ്, അവിടെ പ്രഭാഷണത്തിന് വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ മട്ടന്നൂരാണ്. ഓക്കെ, പറഞ്ഞോളൂ. അടുത്താള്, ഡോണ്ട് വേസ്റ്റ് ടൈം. Hello. Am I audible? പറയൂ ശ്രീരുദ്രൻ. Dr. TPS, my name is Srirudran.
ഞാൻ താണ കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ. ശിവസംഖ്യ. ഡോക്ടർ TPS, എന്റെ പേര് ശിവസംഗീത്, ഞാൻ കതിരൂർ നിന്നാണ്. കതിരൂരാണ്. ഓക്കെ. ശ്രീനാഥ്. യാ യു ഡോക്ടർ കൻ. TPS, ഓ എന്റെ പേര് ശ്രീനന്ദൻ എന്നാണ്. ഞാൻ അണ്ടലൂരിനാണ്. ഓക്കെ. എല്ലാ കണ്ണൂർക്കാരനെയാണ്, കണ്ണൂർ ഡിസ്ട്രിക്റ്റ് തന്നെയാണ് എല്ലാവരും. ഗുഡ്. ചാന്ദ്രയുണ്ട് ഡോക്ടർ, കോഴിക്കോട്. ഓക്കെ. ഡോക്ടർ TPS, ഞാൻ മയൂർ, എൻ്റെ വീട് തലശ്ശേരി തന്നെയാണ്. ഇവിടെ മൊകേരി എന്ന് പറയും. മുകേരി പിന്നെ നല്ല നാടകക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. രാമേന്ദ്രൻ ആരാണ് അടുത്ത കാലത്ത് മരിച്ച? രാജീവ് ഗാന്ധി സ്കൂളിൻ്റെ അടുത്തായിട്ട് വരും. മുകേരിയും ഞാനൊക്കെ ആയിട്ട് ഒരേ സ്ഥലത്തുണ്ടായിരുന്നു നാടകാഭിനയത്തിലൊക്കെ. ഓ ഓ സത്യൻ മുകേരിയുടെ ഒക്കെ നാടല്ലേ? യാ. പിന്നെ സാന്ദ്രൻ. come on, we'll come to the topic. I prefer people to have their video on. സൗരവിൻ്റെ അഗൈൻ വീഡിയോ ടിൽറ്റഡ് ആണ്. ഈ നോർമലായിട്ടുള്ള ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർക്ക് അതെങ്കിലും അറിയണ്ടേ കൃത്യമായിട്ട്? നമ്മൾ വീഡിയോയിൽ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്ന പോലെയാണ്. നിങ്ങൾ വീഡിയോ വരാണ്ടിരുന്ന അർത്ഥം നിങ്ങൾ കതക് അടച്ചിട്ട് ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നു എന്നാണ്. യു ഷുഡ് ഓപ്പൺ യുവർ ക്യാമറ ആൻഡ് ദെൻ സ്വിച്ച് ഓൺ ആൻഡ് ദെൻ സ്റ്റേ. അറിയാലോ Gmeetലാണ് വന്നതെന്ന്. യാ, കഴിഞ്ഞോ? ആരെങ്കിലും ഇനി പരിചയപ്പെടുത്താനുണ്ടോ? പക്ഷെ സാന്ദ്രയുണ്ട്, പിന്നെ ബാക്കി കുറച്ച് പേരുണ്ടായിരുന്നു, അവർക്ക് വരാൻ പറ്റിയില്ല. യാ, ദേ ഷുഡ്. ആരാ ഉള്ളത്? സ്വിച്ച് ഓൺ ദ ക്യാമറ. 5 പേര് ഇപ്പോഴും ക്യാമറ ഓൺ അല്ലാണ്ടുണ്ട്. കമോൺ, ഇത്ര ടൈമാ വേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പം 10 മിനിറ്റ് പോയി. തുടങ്ങിക്കൊണ്ടു ലെഫ്റ്റ് പോയി, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. യാ, കമോൺ സ്റ്റാർട്ട്. ഓക്കെ. അപ്പം നമ്മള് മെയിനായിട്ട് വർക്ക്ഷോപ്പിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമുക്കിത് പ്രസന്റ് ചെയ്യാൻ പറ്റുക, അതൊക്കെ അറിയാനാണ് ഡോക്ടറെ സമീപിച്ചത്. അല്ല, ആദ്യം അറിയേണ്ടത് നമ്മുടെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്. ഏത് കാര്യം ചെയ്യുമ്പോൾ എല്ലായിടത്തും പേനയും പേപ്പറും ഉണ്ടാവും, ഞാൻ പറയുമ്പോൾ എഴുതണം, അല്ലെങ്കിൽ കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പാണ്. ആരാണിത് കേൾക്കുന്നത്, അവർക്കിത് കേട്ടത് കൊണ്ട് എന്ത് ഗുണം? മനസ്സിലായോ? ഇപ്പം പണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു, ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പം ഞാൻ +1 +2 കഴിഞ്ഞ കുട്ടികൾക്ക് കോളേജ് ആർക്ക് വേണമെങ്കിലും പാരൻസിനും കുട്ടികൾക്കും വന്ന് കാണാം. അപ്പോൾ അവിടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവരോട് എന്താണ് നിങ്ങൾ ഇലക്ട്രോണിക്സിൽ പഠിക്കാൻ പോകുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നു. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവർക്ക് പോവാം. അവിടെ സീനിയർ കുട്ടികൾ 12ാം ക്ലാസ് കഴിഞ്ഞ് എക്സാമൊക്കെ എഴുതി റെഡി ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് എന്ത് പറ്റും? ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പം നിങ്ങളിൽ പലരും ചേർന്ന സമയത്ത് സിലബസ് കണ്ടിട്ടുണ്ടാവില്ല, എന്താണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ വരരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയർ ഓൾറെഡി ചേർന്നിട്ടുള്ള കുട്ടികൾക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് തോന്നുന്നത് പറയാം. എന്താണ് നിങ്ങൾ ഫസ്റ്റ് ഇയർ ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഇപ്പം അവർക്ക് പഠിക്കുന്ന വിഷയം നിങ്ങൾക്കിപ്പോൾ പഠിച്ചു തന്നെയായിരിക്കും. ഇപ്പം നിങ്ങൾ ഹയർ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കുമ്പോൾ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബേസിക് ആയിട്ട് എന്തിനാ പഠിക്കുന്നത് എന്ന് നിങ്ങളിപ്പോൾ പഠിക്കുന്ന ടോപ്പിക് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യും. കുറച്ചും കൂടി ഓറിയന്റഡ് ആവും അവർ. നിങ്ങൾ പഠിക്കുന്ന ഇലക്ട്രോണിക്സ് നിങ്ങൾ പറയുന്നത് രസമായിരിക്കും, പക്ഷെ അതിലെവിടെയാണ് മാത്സ് ഉപയോഗിച്ചത്, എവിടെയാണ് ഫിസിക്സ് ഉപയോഗിച്ചത്, എവിടെയാണ് കെമിസ്ട്രി ഉപയോഗിച്ചത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളും കുറേ ഡെപ്തിലേക്ക് പോകും. ഒബ്ജക്റ്റീവ് അതാവണം എന്നാണ്. അല്ലെങ്കിൽ ഈ കേൾക്കുന്നവർക്ക് ഇത് ഭയങ്കര സൂപ്പർഫിഷ്യലായിട്ട് തോന്നും, അവർക്കിതൊന്നും മനസ്സിലാവുണ്ടാവില്ല. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഇപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് അത് നിങ്ങൾ
പഠിക്കുമ്പോൾ റിവീൽ ചെയ്യും കുറേ കാര്യങ്ങൾ. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇത് റിവീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവുക? അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പഠിക്കുന്ന വിഷയം ഞാൻ അടുത്ത കുറേ വർഷങ്ങളിലേക്ക് വരുമ്പോൾ എവിടെയൊക്കെ യൂസ് ചെയ്യുമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒരു ഒബ്ജക്റ്റീവ് വേണ്ടത്. ഏതും പറയാം, നിങ്ങൾ പഠിക്കുന്ന ഏത് വിഷയവും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ടോപ്പിക്കും ഒക്കെ പറയാം. പക്ഷെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിൻ്റെ സ്കോപ്പ് എത്രയാണ്, എത്ര വരെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്കും ലിമിറ്റേഷൻ ഉണ്ട്, കേൾക്കുന്നവർക്കും ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ വെച്ചിട്ട് എത്ര വരെ പറ്റും. അപ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ റിവ്യൂ ചെയ്യും, നിങ്ങളെ തന്നെ നിങ്ങളുടെ പഠിപ്പിനെ ഒന്നുകൂടി നിങ്ങൾ ബ്രഷപ്പ് ചെയ്യും, പ്രസൻറ്റ് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് കൂടും. ഓക്കെ, കുറേ അക്കാഡമിക് ആയിട്ട് കോളേജിൽ മാറ്റം ഉണ്ടാവും. ഇതൊരു പുതിയൊരു ഇനീഷ്യേറ്റീവ് അല്ലേ, അപ്പോൾ അത് കുറേ മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ ടോപ്പിക്ക് പറഞ്ഞോളൂ. ഞാനിപ്പോൾ ആ ഒരു ആംഗിളിലാണ് ഞാൻ നോക്കുക. ഓരോരുത്തരും അവരെ ഇതേ ടോപ്പിക് എന്ന് വെച്ചാൽ അത് പറയാനാ. അതെ, ഫസ്റ്റ് ഞാൻ തുടങ്ങാം. ഓ, ഞാനും ശിവസങ്കീർത്തി എന്ന് പറഞ്ഞ കുട്ടിയാണ് എന്റെ ഫ്രണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും എടുക്കുന്നത് 3D മോഡലിംഗ് ആണ്. ഫ്യൂഷൻ 360 എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കോളേജിൽ തന്നെ അറിഞ്ഞതാണ് അതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് നമുക്കറിയുന്ന പോലെ അതിന്റെ ബേസിക്സ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യിപ്പിക്കാന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഫ്യൂഷൻ 360 ഏത് പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുക? അത് സോഫ്റ്റ്വെയർ ആണോ? സോഫ്റ്റ്വെയർ. അതായത് 3D മോഡലിംഗ് ഒരുപാട് യൂസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് PCB ഡിസൈൻ ചെയ്യാം, അങ്ങനെ പലതരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ആണ് 3D മോഡലിംഗ്. പിന്നെ അതിന്റെ പ്രിന്റിങ് അങ്ങനെ എന്ന് വെച്ചാൽ അത് 3D പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണോ? അതെ, പ്രിന്റിങ്ങിനല്ല, നമുക്കത് ഡിസൈൻ ചെയ്യാം. നമുക്ക് ആ 3D പ്രിന്റിങ്ങിന് വേണ്ട സാധനങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇതിനു മുമ്പ് ഈ ഒരു സോഫ്റ്റ്വെയർ ഇപ്പൊ എത്ര കാലമായി വന്നിട്ട്? അത് ഞാൻ ഒരു വളരെ ഒരു ലേമാൻ ക്വസ്റ്റ്യൻസാ ചോദിക്കുക. നമ്മളോട് തന്നെ ചോദിക്കാൻ പഠിക്കണം. ഞാൻ എന്തിനാ ചോദിക്കണമെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇത് അറിയാത്തോണ്ടല്ല. നിങ്ങളോട് തന്നെ ഇത്തരം കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രസന്റേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആവും. ഇപ്പം ഞാനിപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു എനിക്ക് ഇത് എപ്പോഴാണ് തുടങ്ങിയത് ഈ സോഫ്റ്റ്വെയർ, ഇപ്പം നോക്കിയിട്ട് പറയാം. യു ക്യാൻ ഗൂഗിൾ ഇഫ് യു ഹാവ്. എനിക്കറിയില്ല എപ്പോഴാണ് വന്നത്. ഞാനാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അത് ആലോചിക്കുക. എന്തിനാ ആലോചിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യനിൽ വരും. പറയൂ. അപ്പോൾ അതില്ലാത്ത നമുക്കൊരു ബേസിക് നമ്മളിപ്പോൾ ആലോചിച്ചത് ഒരു ബോട്ടിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ചും കൂടി സിമ്പിൾ ആണ്. പക്ഷെ അവർക്ക് അതിന്റെ അത്യാവശ്യം വേണ്ട ബേസിക്സ് ഒക്കെ ഒരു ബോട്ടിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? 3D പ്രിന്റിങ്ങിൽ എന്തിനാ അത് ചെയ്യുന്നത്? 3D പ്രിന്റിങ് എന്താണ് സാധാരണ ചെയ്യുക? 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റ് കണ്ടു അല്ലെങ്കിൽ നമുക്കൊരു ഇമാജിനേഷനിൽ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനാദ്യം സ്കെച്ച് ചെയ്യാം. അതേപോലെ സ്കെച്ച് ചെയ്തിട്ട് ഈ ടൂൾസിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലെവലിലേക്ക് പ്രോട്ടോടൈപ്പിംഗ് ആണ് മെയിൻലി യൂസ് ചെയ്യാം. ഒരു മേജർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന്റെ ഫോൾട്ട്സ് മനസ്സിലാക്കാൻ, അത് എവിടെയൊക്കെ ബെറ്റർ ആക്കാൻ പറ്റുന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. ഈ പ്രോട്ടോടൈപ്പിംഗ് മെഷീൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ, കോളേജിൽ ഉണ്ടായിരുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഉള്ളത്? നമുക്കൊരു ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഞാൻ വേൾഡ് ക്ലാസ് മാനുഫാക്ചറിങ് പഠിച്ച ആളാണ്. ഓക്കെ, വേൾഡ് ക്ലാസ് മാനുഫാക്ചറിങ്ങിൽ നമ്മൾ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പ്രോട്ടോടൈപ്പിങ്ങിന്റെ മെഷീൻസ് കണ്ടിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പുതിയൊരു മൊബൈൽ ഫോൺ ഉണ്ടാക്കണം. ഈ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ സ്പെയർ പാർട്ടും എനിക്ക് സെപ്പറേറ്റ് ഒരു മോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടാണ് തുടങ്ങുക. അപ്പം ഇതിനകത്ത് ഈ കേസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ഗ്ലാസ് വെക്കാനുള്ള ഗ്യാപ്പുകൾ വേണം. ഇതിന് കുറച്ച് പ്രൊജക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ക്രീൻ ഇത് വേണം. അപ്പോൾ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ മോൾഡ് ഉണ്ടാക്കുക ആദ്യം. ഓക്കെ, അത് ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ഷനിൽ പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ആദ്യം ഉണ്ടാക്കുന്ന ഒരു സാമ്പിൾ സാധനമാണ് പ്രോട്ടോടൈപ്പിംഗ്.
അത് പണ്ട് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക. ഹൈലി എക്സ്പെൻസീവ് ആണ് ആ പൗഡറൊക്കെ. ഇപ്പം അത് വളരെ സിമ്പിളായിട്ട്, പണ്ട് പ്രിന്റിംഗ് മെഷീൻ പ്രിന്റ് ചെയ്തിരുന്നല്ല, ആ സമയത്ത് അച്ച് വെച്ചിട്ട് വേണം നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് ചെയ്യാൻ. അതിന് ഡിജിറ്റൽ പ്രിന്റർ വന്നു. ഈ പ്രോട്ടോടൈപ്പിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഏകദേശം 10x10 ഫീറ്റിൽ വലിയൊരു റൂം വേണം. അതിൽ പൊടിയിടണം. ആ പൊടി, അതിൻ്റെ സ്മെല്ലും പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് അതിന് ഷട്ടർ ചെയ്ത് ഗ്ലാസ് ചെയ്തിട്ട് പുറത്ത് നിന്ന് ഒരു ദിവസം ഫുൾ ചെയ്യുമ്പോഴാണ് ഒരു ചെറിയൊരു സാധനം എനിക്ക് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, അതിപ്പോൾ എനിക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ടാക്കാം. ഒരു മഹാത്മാഗാന്ധി എൻ്റെ ഫേസ് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രോട്ടോടൈപ്പിൽ, നടുവിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അത് പോയി, കുറേ മഴയൊക്കെ കൊണ്ടിട്ട് പോയി. പ്രോട്ടോടൈപ്പിംഗ് വെച്ചിട്ട് മുഖം അതുപോലെ ഉണ്ടാക്കാം നമുക്ക്. ഒരു 2-3 ഭാഗത്തുള്ള പിക്ചേഴ്സ് കൊടുത്താൽ മതി. ഞാൻ മോഡലിംഗ് പഠിച്ച ഒരാളാണ്. CAD പാക്കേജ് പഠിച്ചത് 1984 അന്ന് ഹൈദരാബാദിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ബോംബെ പോയിട്ടാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് മായ സോഫ്റ്റ്വെയർ പഠിച്ചു, 3D Max പഠിച്ചു. ഓക്കെ, ഇപ്പോൾ CAD പാക്കേജിലൊക്കെ അതിൽ കുറേ അമേരിക്കയിലൊക്കെ യൂസ് ചെയ്യുന്ന കുറേ പാക്കേജുകളുണ്ട്. അത് മൈക്രോ സ്റ്റേഷൻ എന്നാ പറയുക, മൈക്രോ സ്റ്റേഷൻ മോഡുലാർ എന്നാ പറയുക. ഒരു കാലത്ത് ഗൾഫ് കമ്പനികളിലുള്ള എല്ലാ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻസും ചെയ്തിരുന്നത് മൈക്രോ സ്റ്റേഷൻ മോഡുലാർ, MSM, മൈക്രോ സ്റ്റേഷൻ മോഡുലാർ എന്നാണ്, MSM എന്നാണ് അതിൻ്റെ പേര്. അത് കംപ്ലീറ്റ് ഓയിൽ ഫാക്ടറിയിലൊക്കെയുള്ള കമ്പനികൾ ഒക്കെ അങ്ങനെ മോഡൽ ചെയ്തിരുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്തിനാ ചോദിച്ചു വെച്ചാൽ, ഇത് മെക്കാനിക്കലാണ്, മാത്തമാറ്റിക്കലാണ്, നിങ്ങളുടെ ഇലക്ട്രോണിക്സ് എവിടെയാണ് അതിനകത്ത് വരിക എന്നാണ് എൻ്റെ ചോദ്യം. ഇലക്ട്രോണിക്സ് ഇതിൻ്റെ അകത്ത് വരില്ല, പക്ഷെ നമുക്കൊരു ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ് ഉണ്ടാക്കാം. അതായത് കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് നമുക്ക് തന്നെ സ്വയം ഇപ്പം ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതൊരു കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ വരുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ. അതെ, ഒരു എക്സാമ്പിൾ പറയൂ, അതാണ് എനിക്ക് വേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ എന്തിനാ പറഞ്ഞു വെച്ചാൽ അത് വളരെ ജനറിക് ആണ്. എക്സാമ്പിൾ പറഞ്ഞത് ബിൽഡിംഗ് ആണ്, ഓയിൽ പൈപ്പുകളാണ്, മനസ്സിലാവുണ്ടോ? ഇലക്ട്രോണിക്സിൽ ഞാൻ പറയാണ്ടിരുന്നതാണ്. ഐ വാണ്ട് യു ടു ടെൽ വേർ ഈസ് ദാറ്റ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് കുറേ ചിപ്പും കുറേ വയറും കണക്ഷൻസും ഒക്കെ അല്ല. അതെനിക്കിപ്പം ഇതിന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ എനിക്ക് കണക്ടേഴ്സ് ഉണ്ടാക്കിയിട്ട് തുടങ്ങിക്കൂടെ പണി? എന്താണ് പ്രോട്ടോടൈപ്പിങ്ങിൽ ഇലക്ട്രോണിക്സിന്റെ ഒരു മേജർ അപ്ലിക്കേഷൻ എവിടെയാ വരിക എന്ന് എനിക്കറിയേണ്ടത്. അതായത് നമ്മളിപ്പോ ഒരു റിമോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ റിമോട്ടിന്റെ ബേസിക് മെഷർമെന്റ്സ് ഒക്കെ ഉണ്ടാവും, PCB മെഷർമെന്റ്. അപ്പൊ അതിനൊക്കെ ഷൂട്ട് ആവുന്ന തരത്തില് അതായത് ഹ്യൂമൻസിനും ഇന്റർഫേസ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ അതാണ്, പിന്നെയാണ് അത് പെട്ടെന്ന് ഞാൻ മാറ്റിയത്. ഇതിന്റെ കേസ് ഉണ്ടാക്കിയാൽ മാത്രമല്ലേ എനിക്ക് ലെൻസിന്റെ കാര്യവും അതിന്റെ ഫോക്കൽ ലെങ്ത്തും ഇതിന്റെ തിക്നെസ് കൃത്യമായിട്ട് മനസ്സിലായാലേ ഇതിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് അറിയുള്ളൂ. ഇതൊക്കെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഓപ്റ്റിക്സ് അല്ലല്ലോ, ഡിജിറ്റൽ അല്ലേ. ഓക്കെ, ആ ഡിജിറ്റലിൽ എത്ര മാട്രിക്സ് വേണം, 10x10 മാട്രിക്സ് വേണമെങ്കിൽ ഈ ലെൻസിന് എത്ര പവർ ഉണ്ടെങ്കിൽ ബാക്കിലുള്ള അതൊക്കെ ഫുൾ ഇലക്ട്രോണിക്സ് ആണ്, ഫുൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഗുഡ്. പേജിങ് മനസ്സിലാക്കണം. പേജിങ് സ്കാൻ ലൈൻ പിക്സൽ കേട്ടിട്ടുണ്ടോ? സ്കാൻ ലൈൻ പിക്സൽ ഇമേജിങ് ഫുൾ ഇലക്ട്രോണിക്സ് ആണ്. ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ പടം എടുക്കുമ്പോൾ ഇതിനുള്ളിൽ നമ്മുടെ പിക്ചർ കിട്ടുമല്ലോ, അത് ഇലക്ട്രോണിക്സ് ആണ്. ആ ഇലക്ട്രോണിക്സ് പറഞ്ഞാൽ സ്കാൻ ലൈൻ പിക്സൽസ് ആണ്. സ്കാൻ ലൈനും പിക്സലും ആയിട്ടാണ് ഇമേജ് വരിക, മാട്രിക്സ് ആണ്. അപ്പൊ അതിനിടയിൽ ഒരു നമ്പർ എടുത്ത് അടുത്ത നമ്പർ നമ്മൾ കൂടെ എഴുതാണ്ട് മാട്രിക്സ് എഴുതുമ്പോൾ ഒരു കോളം വരച്ചാലല്ലേ ഇതൊരു കോളവും അടുത്ത കോളവും എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇലക്ട്രോണിക്സിൽ ഞാൻ എടുക്കുന്ന ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ സ്ഥലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ അത് മനസ്സിലാവുക? മിക്സ് ചെയ്ത് പോകില്ലേ? അപ്പൊ അതിൻ്റെ ഇടയിൽ എടുക്കുന്ന ലൈനുകൾക്കും സ്കാൻ ലൈൻ പിക്സൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന മാട്രിക്സിന് പേജിങ് എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഇലക്ട്രോണിക്സ്. ഒറ്റ CCD അറേ, ചാർജ് കപ്പിൾഡ് ഡിവൈസസ് അറേ ആണ്. CCD അറേയുടെ ലെങ്ത് ആണ് തീരുമാനിക്കുക എനിക്ക് എത്ര മൈക്രോമീറ്റർ ആണ് എൻ്റെ റെസല്യൂഷൻ എന്ന്. ഈ പറയുന്ന വാക്കുകളൊക്കെ എഴുതി വെക്കുക. CCD, റെസല്യൂഷൻ, പിക്സൽ, സ്കാൻ ലൈൻ, അറേ എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങളിപ്പോൾ പഠിക്കില്ല. സിഗ്നൽ പ്രോസസ്സിങ് പഠിക്കും 3rd ഇയർ 4th ഇയർ ആകുമ്പോൾ. ഓക്കെ, അത് പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. ഇമേജ് പ്രോസസ്സിങ്ങും സിഗ്നൽ പ്രോസസ്സിങ്ങും പഠിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷന് പോകണമെങ്കിൽ പോകാൻ പറ്റിയിട്ടുള്ളൊരു ഫീൽഡാണ് ഇമേജ് പ്രോസസ്സിങ്ങും സിഗ്നൽ പ്രോസസ്സിങ്ങും ഒക്കെ. ഇലക്ട്രിക്കലിലും ഇലക്ട്രോണിക്സും രണ്ടുപേർക്കും വരും ഇത്.
ഫൈൻ. അപ്പോൾ ഇതിൽ ആ എറേ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഇതുപോലല്ല, അത് വളരെ പ്രിസൈസ് ആയിട്ട് ഒരു ചെറിയൊരു ലൈനിലാണ് ഒരു 1 ഡയമെൻഷണൽ എറേ എന്നാ പറയാം. അപ്പം ഇതിനിടയിൽ എനിക്ക് 10,000 പിക്സൽസ് വെക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു 10 മൈക്രോമീറ്റർ ആണെന്ന് വിചാരിക്കുക, കണക്കൂട്ടണം, ഞാൻ മാത്തമാറ്റിക്സാണ് പറയണത്. 10 മൈക്രോമീറ്റർ. നിങ്ങൾ ഇതിനകത്ത് റെസൊല്യൂഷൻ നോക്കുമ്പോൾ 10K ആണ് റെസൊല്യൂഷൻ എന്നൊക്കെ പറയുമല്ലോ ചിലപ്പോൾ. അപ്പോൾ 10K എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 പിക്സൽ ഉണ്ട്. ഓരോ പിക്സലിൻ്റെയും ഡയമെൻഷൻ 10 മൈക്രോമീറ്റർ ആണ്. അപ്പോൾ എൻ്റെ CCD അറേൻ്റെ ലെങ്ത് ഒന്ന് പറയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് CCD അറേ ഫുൾ പഠിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പല്ല കുറച്ച് ഇത് എന്തുകൊണ്ടാണ് ഇതിന് നമുക്ക് സിമുലേഷൻ വേണ്ടത്, എന്തുകൊണ്ടാണ് ഇതിനെ പിന്നെ ഇത്തരം മോഡലിംഗ് ആവശ്യം എന്നുള്ളതിൻ്റെ ആൻസറാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഇലക്ട്രോണിക്സിൽ എവിടെ വരുന്നു ഞാൻ പഠിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം 10 മൈക്രോമീറ്റർ ആണ് എൻ്റെ ഒരു പിക്സൽ ലെങ്ത്. പിക്സലിൻ്റെ ലെങ്ത് അല്ല വരിക, ഡയമെൻഷനാണ് വരിക. ലെങ്ത്തും ബ്രെഡ്ത്തും വരും, പക്ഷേ സിംഗിൾ ഡയമെൻഷൻ ആയിട്ടാണ് എടുക്കുക. കാരണം ഒരു ലൈനിലാണല്ലോ ചെയ്യുക. ലൈൻ ഈ സിറോക്സ് പിന്നെ ഫോട്ടോ കോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ലൈറ്റിങ്ങിനെ മൂവിയല്ല ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫുൾ പേജ് സ്കാൻ ചെയ്യും. അപ്പോൾ ഇത് ലൈൻ ബൈ ലൈൻ എന്നാണ് പറയുക. അങ്ങനെ അല്ലെങ്കിലും, കാരണം ലൈൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഇല്ല, പക്ഷേ ഇൻഫിനിറ്റ് സ്മാൾ ആണ്, വളരെ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 മൈക്രോമീറ്റർ ആണ്. അപ്പോൾ 10 മൈക്രോമീറ്റർ ബൈ 10 മൈക്രോമീറ്ററിലെ ചെറിയ പിക്സൽസ് ആണ് എൻ്റെ ലൈനിലുള്ളത്. എൻ്റെ ടോട്ടൽ 10K ആണെന്ന് പറഞ്ഞത് ഇപ്പോൾ എന്ന് വെച്ചാൽ 10,000 മൾട്ടിപ്ലൈഡ് ബൈ 10 മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁶ മീറ്റർ. ഓക്കെ, അപ്പൊ എത്ര മില്ലിമീറ്റർ വരുന്നു എന്ന് പറഞ്ഞാട്ടെ, എത്ര സെന്റിമീറ്റർ വരുന്നു പറ? 10,000 മൾട്ടിപ്ലൈഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 10⁻⁻⁶ എന്നാണ്. അത്രയും മീറ്റർ. മീറ്ററിനെ സെന്റിമീറ്റർ ആക്കണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പം മുകളിൽ 100 വന്നു. ഓക്കെ, അപ്പൊ എത്ര വരിക? അപ്പൊ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒരു സെന്റിമീറ്റർ ലെങ്ത്തിലാണ് എത്ര ഡിവിഷൻസ് ഉള്ളത്? 10,000. ഇത് ഫിസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുമോ മോഡല്? അതുകൊണ്ടാണ് ഇത്തരം കമ്പ്യൂട്ടർ മോഡലിംഗ് ആവശ്യം വരുന്നത്. ഞാൻ അതിനുള്ള സ്കാനർ സെലക്ട് ചെയ്യാൻ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഡിഫൻസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ പോയ കമ്മിറ്റിയിൽ 2 ആളിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക്സ് നമ്മളിങ്ങനെ സ്കാനർ സെലക്ട് ചെയ്യാം. അത് ഈ ഡയമെൻഷൻസ് ഒക്കെ നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാവുക. സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ റെസൊല്യൂഷൻ നോക്കിയാലേ പറ്റുള്ളൂ. ഫിസിക്കലി കാണാൻ പറ്റുന്ന സാധനമല്ലല്ലോ ഇതൊന്നും. മനസ്സിലായോ? ഇപ്പം ഇങ്ങനെ കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്. അതിപ്പം സാവന്ത് തുടങ്ങിയ ലെവലിൽ നിന്നും ഈ സമയത്തേക്കുള്ള ലെവലൊന്ന് മാറി ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. യു അണ്ടർസ്റ്റുഡ്? അതുപോലെ ആവണം നമ്മൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ആ ലെവലിലേക്ക് ഇലക്ട്രോണിക്സ് ഉണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കുമ്പോൾ ദാറ്റ്സ് ഗ്രേറ്റ് എന്നുള്ള തോന്നലുണ്ടാവും. ഇപ്പം നിങ്ങൾക്കും തോന്നും, ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്താൽ. ഗുഡ്, വണ്ടർഫുൾ. അപ്പം അതാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഗുഡ്. അതുപോലെ ഏതൊക്കെ സോഫ്റ്റ്വെയർ മുമ്പ് ഉണ്ടായിരുന്നു? അതിനു മുമ്പ് ഈ സോഫ്റ്റ്വെയറിലും 3D മോഡലിലൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇതേ സാധനം മോൾഡ് ഉണ്ടാക്കിയിട്ട്, ഓരോ സാധനം ഉണ്ടാക്കുമ്പോഴും ഫസ്റ്റ് മോൾഡ് ഉണ്ടാക്കും. നിങ്ങളുടെ തൊട്ടടുത്താണ് നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ, NTTF അല്ലേ? അവിടുത്തെ പ്രിൻസിപ്പൽ എൻ്റെ ബ്രദറായിരുന്നു. അത് ഈ മോൾഡ് ഉണ്ടാക്കുന്നതിൻ്റെ സ്പെഷ്യലിസ്റ്റുള്ള കമ്പനിയാണ്. അവരുടെ എല്ലാവർക്കും ഏത് ലോകത്ത് പോയാലും അവരുടെ പണി മോൾഡ് ഉണ്ടാക്കലാണ്. ഇപ്പോൾ റീഫിൽ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം റീഫിൽ നിന്നും പേനയും റീഫില്ലൊക്കെ ഉണ്ടാക്കണ്ടേ? റിനോൾഡ്സ് പെൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ടോപ്പ് ഉണ്ടാക്കണം, ഒരു കേസ് ഉണ്ടാക്കണം, ബാക്കിൽ സ്ക്രൂ ഉണ്ടാക്കണം, ഒരു ബോൾ ഉണ്ടാക്കണം, അത് പിൻ ചെയ്യാനുള്ളൊരു പിന്നുണ്ടാവണം, എന്നിട്ട് റീഫില്ലിലേക്ക് പിൻ ചെയ്യണം. ഇത് ഫുൾ മോൾഡ് ഉണ്ടാക്കാൻ ഫിസിക്കലായിട്ട് മോൾഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്
NTTF നിന്ന് പാസ്സായവരൊക്കെ ചെയ്യുന്നത്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെ കുറേ പ്രോഡക്റ്റുകൾക്ക് മോൾഡ് ഉണ്ടാവും. അങ്ങനെ കുറേ NTTF ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് നിങ്ങളുടെ കോളേജിൽ ചെയ്യുന്നതിനേക്കാളും ഫിസിക്കലായിട്ട് കാണാം. കാരണം അത് ജർമ്മനിയിലൊക്കെ ജോലി കിട്ടാൻ അവിടുന്ന് കിട്ടിയ ഉടനെ ജർമ്മനി ജോലി പോകും. ഓസ്ട്രേലിയയിൽ എൻ്റെ ആ പ്രിൻസിപ്പളായിരുന്ന അദ്ദേഹത്തിൻ്റെ 2 മക്കളും എൻ്റെ ബാക്കി ബ്രദേഴ്സും ഒക്കെ ഓസ്ട്രേലിയയിൽ പോയത് NTTF എന്ന് പഠിച്ചിട്ടാണ്. എനിക്കവിടെ അഡ്മിഷൻ ടെസ്റ്റ് ചെയ്ത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് ആവായിരുന്നത്. അല്ലെങ്കിൽ ഞാൻ അന്നേ പോയിട്ട് വല്ലയിടത്തും ഈ മോൾഡ് ഉണ്ടാക്കുന്നുണ്ടാവും ഓസ്ട്രേലിയയിൽ. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ എഞ്ചിനീയറിംഗ് കാണാം. അതുപോലെ വേറെ NTTF ഉണ്ട് മലപ്പുറം ഭാഗത്ത്, MES കോളേജിൻ്റെ തൊട്ടടുത്ത്. ഞാൻ അവിടെയും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് കോയമ്പത്തൂരുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ പോകണമെങ്കിൽ അവിടെ അവർക്ക് ഇലക്ട്രോണിക്സ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അവിടെയൊക്കെ ഫിനിഷിംഗ് കോഴ്സിന് ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ് ഞാൻ. എന്നുവെച്ചാൽ ഇത് കഴിഞ്ഞാൽ എങ്ങനെ ഇൻ്റർവ്യൂവിന് ചോദിക്കും, എന്തൊക്കെ ചോദിക്കും, എബ്രോഡിൽ എങ്ങനെ ജോലി കിട്ടാം എന്നുള്ളതിനൊക്കെ. ഇപ്പം എൻ്റെ ബ്രദർ NTTF റിട്ടയർ ആയിട്ട് ഇപ്പോൾ കോയമ്പത്തൂർ ഡയറക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോകാറുള്ളത്. ഗുഡ്. അപ്പോൾ ഇതൊക്കെ ഫിസിക്കലി കണ്ടിട്ടുണ്ട് ഞാൻ കുറേ സ്ഥലത്ത്, വ്യത്യസ്തമായ സ്ഥലത്ത്. അതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്. ഇങ്ങനെ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി കാണുകയാണ്, അപ്പോഴേ ഉണ്ടാവുള്ളൂ. എനിക്കറിയില്ല, എൻ്റെ വേൾഡ് ക്ലാസ് മാനുഫാക്ചറിങ് ഡോക്ടർ TPS നടിച്ച് ചിലപ്പോൾ ഈ പ്രോട്ടോടൈപ്പിംഗ് മിഷൻ്റെ വർക്ക് ചെയ്യുന്നത് കാണും. ഇവിടെയുണ്ട് ഇലക്ട്രോണിക്സ് ECIL, ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അവർക്ക് ഒരു പ്രോട്ടോടൈപ്പിങ്ങിന് കുട്ടികൾക്ക് വന്ന് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിനെയും കൊണ്ട് ഞാൻ 1 ദിവസം 2 ദിവസമൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന കാലത്ത് ഹൈദരാബാദിൽ പണ്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ. ആ സമയത്ത് ഇലക്ട്രോണിക്സ് കുട്ടികളെ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ക്ലാസ്സിൽ ലെറ്റിലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് കാണിച്ചിരുന്നുണ്ട് ഇങ്ങനെ. ഗുഡ്, വണ്ടർഫുൾ, വണ്ടർഫുൾ. യാ, നെക്സ്റ്റ്. ഓൾ ദ ബെസ്റ്റ് ബെറ്റർ. സർ, എൻ്റെ പേര് വൈഷ്ണവ്. സാർ ഇല്ല, ഡോക്ടർ TPS. സാർ ഇല്ല, ഹലോ ഇല്ല, ഇത്തരം അനാവശ്യമായ വാക്കുകളൊക്കെ ഒഴിവാക്കുക. എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. കാരണം നാളെ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇവാലുവേറ്റ് ചെയ്യും, സ്റ്റാൻഡേർഡ് നോക്കും. ഓക്കെ, ആ വാക്കുകൾക്ക് അർത്ഥം അറിയോ എന്ന് ചോദിക്കും. ഇപ്പം ഹലോ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം അറിയണം. അറിയോ വൈഷ്ണവിന്? എല്ലാ വാക്കിനും കൃത്യമായ അർത്ഥമുണ്ട്. ഓരോ ഉപയോഗിക്കുന്ന വാക്കുകളും ഡിക്ഷണറി പോയിട്ട് അർത്ഥം നോക്കുക. ഡിക്ഷണറിയിൽ അർത്ഥം കാണുക ടു അഡ്രസ് പീപ്പിൾ എന്നാണ്. വൈ ആൻഡ് ഹൂ സ്റ്റാർട്ടഡ് ദിസ്. ഞാനിപ്പോൾ നേരത്തെ ചോദിച്ചാലോ, ഹൂ സ്റ്റാർട്ടഡ് ദിസ് എന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് ടെലിഫോൺ കണ്ടുപിടിച്ചതാരാ? ഗ്രഹാംബെല്ലിന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേരാണെന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ടിനെയാണ് ആദ്യം വിളിച്ചത്. ആ പേരിൽ വൈഷ്ണവ് ഡോക്ടർ TPSനെ വിളിച്ചാൽ എനിക്ക് അനുവദിക്കാൻ പറ്റുമോ? അമ്മയെയും വിളിക്കും ഇതേപോലെ. വൈഷ്ണവിന്റെ അമ്മ എന്താ ചെയ്യണേ? ഓക്കെ, എന്തായിരുന്നു ചെയ്തിരുന്നത്? ഓക്കെ, ഗുഡ്. അച്ഛൻ എന്താ ചെയ്യണേ? എന്ത് ബിസിനസ് മോനെ? വണ്ടർഫുൾ. നാട് ടെക്സ്റ്റൈൽസിന്റെ ആണല്ലോ കണ്ണൂർ അല്ലേ? ഗുഡ്. പടക്കാണോ ബോംബാണോ? രണ്ട് മെയിൻ ബിസിനസ് ആണല്ലോ കണ്ണൂര്. ഓക്കെ, പറ. സോ നമ്മള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് C പ്രോഗ്രാമിന്റെ ഒരു ബേസിക് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ്. അതായത് കുറെ കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടാവും, അതുപോലെ ബയോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടാവും. കുറെ ആൾക്കാർ 1 വർഷം റിപ്പീറ്റിന് വേണ്ടിയിട്ട് ഇതിന് മെനക്കെട്ടിട്ട് വരുന്നവരുണ്ടാവും. സോ അവരെല്ലാം ബേസ് പോയി അതേപോലെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാന്നുള്ള കണക്കിനാണ് C പ്രോഗ്രാം എടുക്കുന്നത്. നമ്മളെ സിലബസിൽ സെക്കൻഡ് സെമ്മിൽ C പ്രോഗ്രാം ഉണ്ട്. സോ അതിനും C പ്രോഗ്രാം പഠിച്ചാൽ അതേപോലെ അവർക്ക് ഫസ്റ്റ് സെമ്മിൽ പൈത്തൺ ഉണ്ട്, അതേപോലെ അതൊന്നും പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ C പ്രോഗ്രാം പഠിച്ചാൽ തന്നെ വേറെ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഇലക്ട്രോണിക്സ് തന്നെ എംബഡഡ് സിസ്റ്റം, റോബോട്ടിക്സ് അങ്ങനെയുള്ള മേഖലയിലുള്ള C പ്രോഗ്രാം വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാണ് ഞാൻ C പ്രോഗ്രാം എടുക്കാനുള്ള സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ വൈഷ്ണവ് C പ്രോഗ്രാം എവിടെ പഠിച്ചിട്ടുണ്ട്? ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചത് സാറേ.
ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു 4-5 യൂണിവേഴ്സിറ്റികളിൽ ഫ്രീ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ചെയ്യുക പാരലലി. നമുക്ക് അതിൻ്റെ കോൺഫിഡൻസ് കുറെ കിട്ടും. സി മാത്രമല്ല, C++ഉം ജാവയും ഇവ തമ്മിലുള്ള വ്യത്യാസവും ഓക്കെ, അത്തരം പ്രോഗ്രാമിങ്ങുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഓരോ എന്തിനാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ്. ഞാൻ തുടങ്ങിയത് ബേസിക്കലും പാസ്കലും ഒക്കെയാണ്, പിന്നെ ഫോർട്രാൻ 4, ഫോർട്രാൻ 77, പിന്നെ C++, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള പിന്നെ .NET. ഇതൊക്കെ നമ്മൾ എന്തിനാണ് വ്യത്യസ്തമായ പ്രോഗ്രാമിങ്ങൾ, എന്താണ് ഡാറ്റാബേസ് ലിങ്കേജ്, ഏത് പഠിച്ചാലാണ് ഡാറ്റാബേസിൽ ലിങ്ക് ചെയ്യാൻ എളുപ്പം. ഇപ്പം ജാവ എന്തുകൊണ്ടാണ് C++-നെക്കാളും സീനെക്കാളും നല്ലത് ജാവയല്ലേ? എന്ത് അതെ, എന്തുകൊണ്ടാണ് ജാവയും സിയും C++ഉം തമ്മിലൊക്കെയുള്ള വ്യത്യാസം എന്താണ്? ഇപ്പൊ അതിനകത്ത് തന്നെ ചിലപ്പോൾ ജാവ പഠിച്ച പിള്ളേരുണ്ടാവും അല്ലേ? ഇപ്പൊ അവരൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് അറിയില്ല എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ റോബോട്ടിക്സിലൊന്നും ജാവ ഉപയോഗിക്കാത്തത്? ഉപയോഗിക്കണ്ടോ? എന്താ ഇല്ലാണ്ട്? നമ്മൾ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. ലാപ്ടോപ്പിലാണ് എൻ്റെ ഫുൾ ഓപ്പറേഷൻസ്, എനിക്ക് ഏത് പ്രോഗ്രാമിംഗ് ചൂസ് ചെയ്യാം. പക്ഷെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിലേക്ക് പാരലലി ഇപ്പം നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ ലാപ്ടോപ്പിലും വർക്ക് ചെയ്യും, അതുപോലെ എനിക്ക് മൊബൈലിലും വേണം. അങ്ങനെ ഈസിലി പോർട്ടബിൾ ആണ് ജാവ. അപ്പം ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷൻസ് പഠിക്കുക. അതുപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റാബേസുകൾ ഉണ്ടാവും. ആ ഡാറ്റാബേസുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഇപ്പം ഗൂഗിൾ മാപ്പ് കംപ്ലീറ്റ് ഡാറ്റാബേസ് ആണ്. ഓരോ പേരുകളും ഓരോ റോഡിൻ്റെ പേരും ഇതൊക്കെ ഓരോ ഡാറ്റാബേസ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാഫിക്കിൻ്റെ ഡെൻസിറ്റി നോക്കിയിട്ട് നിങ്ങൾ ഇത്ര സമയം മതി എത്താൻ എന്നുള്ളത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ് ആണ്. അപ്പോൾ ഡാറ്റാബേസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസ് ഉണ്ട്. നോർമലി ആയിട്ടുള്ള നിങ്ങളുടെ എക്സൽ ഷീറ്റിൽ അല്ലെങ്കിൽ എക്സൽ ഫയലിലൊക്കെ ആണെങ്കിൽ ഡാറ്റാബേസ് തന്നെയാണ്. അതൊന്നും അത്ര എഫിഷ്യൻ്റ് അല്ല. അപ്പോൾ ഓരോ പ്രോഗ്രാമിങ്ങിനും ഡാറ്റാബേസുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഏതാ എളുപ്പം, അത്ര ലിങ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് ഏതാണ്, ഈ എല്ലാ സോഫ്റ്റ്വെയർസിൻ്റെയും ലിസ്റ്റ് പറയാം. അതിൻ്റെ ഗുണവും ദോഷമെങ്കിലും ലിസ്റ്റ് ചെയ്ത് വെക്കുക കയ്യിൽ. അപ്പോൾ എന്തിനാ ഇപ്പോൾ സി ചെയ്യുന്നത് വെച്ചാൽ ദാറ്റ്സ് എ സ്റ്റാർട്ടിങ് ലെവൽ. അതാണ് ഭയങ്കര എഫിഷ്യൻറ്റ്, അതാണ് ബെസ്റ്റ് എന്നൊന്നും പറയരുത്. കാരണം അതല്ല, അതൊക്കെ പോയി. C വന്നു. ഓക്കെ, C++ വന്നതിന് ശേഷം ആരും സി പഠിക്കാറില്ല. ഇപ്പം നിങ്ങളുടെ സിലബസിൽ ചിലപ്പോൾ 3rd സെമസ്റ്റർ ഉണ്ടാവുമായിരിക്കും, കാരണം സിലബസ് മാറ്റാത്തതുകൊണ്ടും പഴയ മാഷന്മാരല്ലോ. അതുകൊണ്ട് നമ്മളത് അറിയേണ്ടതല്ല. ദാറ്റ് ഈസ് ദ ബേസിക്. പണ്ട് ഞാനൊക്കെ ബേസിക് എഴുതുന്ന സമയത്തും ബേസിക് പഠിക്കുന്ന കാലത്തും ഫോർട്രാൻ 4ഉം ഫോർട്രാൻ 77 ഉണ്ടായിരുന്നു. പക്ഷെ അത് വലിയ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറാണ് ചെയ്യുക. സാധാരണ കമ്പ്യൂട്ടറിൽ പിന്നെ ഡെസ്ക്ടോപ്പിൽ ബേസിക് ആണ് ചെയ്യുക. ഇപ്പം ഡെസ്ക്ടോപ്പിൽ ചെയ്യുമ്പം ബേസിക്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ഫോർട്രാൻ. അപ്പോൾ നമ്മൾ ഓരോ ബേസിക് എന്ന് പഠിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഇപ്പം ആരെങ്കിലും പാസ്കലും ബേസിക്കും പഠിക്കുക? നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളൊക്കെ ഔട്ടാവും. ഇപ്പം ഈ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് കമ്പ്യൂട്ടേഴ്സ് വിൽ ഗോ ഔട്ട് ഇൻ നെക്സ്റ്റ് 10 years. ഏതാ വരാൻ പോകുന്ന ഫീൽഡ് എന്നറിയോ? ക്വാണ്ടം കമ്പ്യൂട്ടർ. അടുത്ത ആഴ്ച ഞാൻ ബാംഗ്ലൂർ ഒരു കോൺഫറൻസിന് പോകുന്നുണ്ട്. ജൂലൈ 30, 31 2 ദിവസത്തെ കോൺഫറൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ഒക്കെ ആയിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു 10,000 rupees ആണ് 2 ദിവസത്തേക്ക് രജിസ്ട്രേഷൻ ഫീസ്. ഓക്കെ, ഞാൻ കേരളത്തിലുണ്ട്, തൃശ്ശൂരുണ്ട് 27-ാം തീയതി, 28, 29 കൊച്ചിയിലുണ്ട്, 30, 31 ഞാൻ എറണാകുളത്താണ്. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇതിനാണ് പോകുന്നത്. കാരണം ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരും ഹൈദരാബാദും നടത്തുന്നതുകൊണ്ട് അഗ്രഗണ്യനായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള ചന്ദ്രബാബു നായിഡു ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ കൊണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് പഠിപ്പിക്കാനും പഠിക്കാനും വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്കഷനും കമ്പനിയുടെ ഡിസ്കഷനുമായിട്ടാണ് ഞാൻ പോകുന്നത്.
ഇപ്പം നാളത്തെ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ കമ്പ്യൂട്ടർ വിൽ ബിക്കം ക്വാണ്ടം കമ്പ്യൂട്ടിങ് ഒന്ന് വെറുതെ ഒന്ന് നോക്കി കാണും. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ പ്രോഗ്രാമിംഗ് ആണ് വൈഷ്ണവ് പറയുമ്പോൾ സി ആണ് ഗ്രേറ്റ് എന്നൊന്നും പറയരുത്. ഇതൊക്കെ ബേസിക് ആണ്. എവറിത്തിങ് വിൽ ചേഞ്ച്. പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം സൈക്കിൾ ഓടിക്കാൻ പഠിച്ചാൽ മോട്ടോർ ബൈക്ക് ഓടിക്കാൻ പഠിക്കുമല്ലോ, എളുപ്പം. ഒരു ജീപ്പോ കാറോ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഏത് വണ്ടി ഓടിക്കാമല്ലോ, 4 വീലർ. അപ്പോൾ അതുപോലെയുള്ള ഒരു ബേസിക് ആണ് എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചാൽ മതി. ബട്ട് യു മസ്റ്റ് നോ ഓൾ ദ അതർ ലിസ്റ്റ് ഓഫ് പ്രോഗ്രാമിംഗ്. അതിൻ്റെ ഗുണവും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഓൾ ലേൺ. ആസ്ക് ഓൾ ഓഫ് ദം. ഇതിൻ്റെ അവസാനം പറയുന്നത് ഞാനും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. 5 യൂണിവേഴ്സിറ്റിയിൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിൽ ഞാൻ പഠിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ പഠിക്കണം എന്ന് പറയാം. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവർക്കും നമ്മളെക്കാളും വളരാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുക. നിങ്ങളൊക്കെ എന്നെക്കാളും അറിവുള്ളവരായിട്ട് എനിക്ക് തിരിച്ച് പറഞ്ഞു തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്നതൊന്നും എൻ്റെ അറിവല്ല. ഞാൻ പഠിപ്പിച്ചു വിട്ട എൻ്റെ കുട്ടികൾ എന്നെക്കാളും കേമന്മാരായിട്ട് അവരെന്നെ പഠിപ്പിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, സോ യു ഷുഡ് ഓൾ ഗ്രോ മച്ച് ഹയർ. ഇന്ന് ഏത് സ്ഥലത്ത് പഠിച്ചാലും നമുക്ക് ഓൺലൈൻ ഓപ്പൺ കോഴ്സിൽ ഇതൊക്കെ ചേർന്നിട്ട് പഠിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് കുറേ കോഴ്സുകൾ ചെയ്യുക. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്. അതിൽ ഏത് പ്രോഗ്രാമിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അതൊക്കെ ഫ്രീ ആണ്, കാശ് കൊടുക്കേ വേണ്ട. അതുകൊണ്ട് നിങ്ങളുടെ എയിം സി പഠിപ്പിക്കലല്ല, അവരെ പല സോഫ്റ്റ്വെയറിലേക്കും ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സ്പാർക്കാണ് തരുന്നതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് എളുപ്പമാവും. ഗുഡ്. നെക്സ്റ്റ്. സോ നമ്മൾ ചെയ്യുന്നത് ഗെയിം ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പാണ്. ഞാന് പിന്നെ ശബരിനാഥും വചൻ വിനയും. എവിടെ അവരൊക്കെ? വചൻ ഇവിടെ ഉണ്ട്, ശബരിനാഥും ഉണ്ട്. ഓക്കെ. സോ നമ്മളൊരു ബേസിക് ഗെയിം ആക്കിയിട്ട് അവരെ ആ എൻജിൻ യൂസ് ചെയ്യാൻ പഠിപ്പിക്കും. ഓക്കെ, അതാണ് പ്ലാൻ. എന്താണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്താണ് ചെയ്യണമെന്ന്? നമ്മൾ ഇപ്പോ ഒരു ഗെയിമിന്റെ ഐഡിയ പറഞ്ഞുതരാം. ആക്കിപ്പിക്കുന്ന ഒരു പ്ലെയിൻ ഇങ്ങനെ പൈപ്സിന്റെ ഇടയിലേക്ക് ഇങ്ങനെ പോകും. അന്നേരം ഇങ്ങനെ ഇതായിട്ടുള്ള ഒരു ഡെത്ത് സിസ്റ്റം, ഒരു ബേസിക് ഗെയിം. അതാണ് ഇത്. ഗൊഡോട്ട് എഞ്ചിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മള്. എന്ത് വെച്ചിട്ട്? ഒരു ഗൊഡോട്ട് എഞ്ചിൻ. അതെന്താ സാധനം? അതൊരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയ ഒരു ഗെയിം എഞ്ചിനാണ്. ഈ കോഡെല്ലാം റൺ ചെയ്തിട്ട് ഈ UI എല്ലാം ഒരു ഫുൾ സെറ്റ് ആണ് ഗെയിം എഞ്ചിന്റെ. ഓക്കെ. അത് സിമ്പിൾ ആണ്. പിന്നെ ആക്സസ് എല്ലാം കിട്ടാൻ എളുപ്പമാണ്. പിന്നെ ഫീസ് ഇല്ല, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് അല്ലേ. അന്നേരം കുറച്ചും കൂടി GD സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. പൈത്തണിന് സിമിലർ ആയ ഒരു ലാംഗ്വേജ് ആണ്. അന്നേരം ഇപ്പൊ അവര് പൈത്തൺ പഠിക്കുന്നുണ്ടാവും, ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട്. അന്നേരം ഈ GD സ്ക്രിപ്റ്റ് കുറച്ചും കൂടി വേഗം ക്യാച്ച് ചെയ്താല്, അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ നമുക്ക് ഒരു ഹെൽപ്പ് ആവുമല്ലോ അവരെ പൈത്തൺ ജേണിയിലും. പിന്നെ ഇത് മോസ്റ്റ്ലി സോഫ്റ്റ്വെയർ തന്നെയാണ്, ഹാർഡ്വെയർ റിലേറ്റഡ് എന്ന് പറയാൻ കഴിയില്ല. പിന്നെ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു നോളേജ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ ഈ ശബരിനാഥ് പൈത്തണിന്റെ ബേസിക്സ് എല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ ഗൊഡോട്ട് എഞ്ചിൻ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ളതും പറഞ്ഞു കൊടുക്കും. പിന്നെ വചൻ വിനയ് UI ഡിസൈൻ പറഞ്ഞു കൊടുക്കും. ഇപ്പം ഗെയിമിന്റെ മെനു സ്ക്രീൻ ഉണ്ടാവും, തുടങ്ങിയ പാടുള്ള സ്ക്രീൻസും എങ്ങനെ ഡിസൈൻ ചെയ്യുക, പിന്നെ ക്യാരക്ടർ ഡിസൈൻ ചെയ്യുന്നു, അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് വചൻ വിനയ് ആയിരിക്കും. പിന്നെ ഞാനാണ് മെയിൻലി കോഡും ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക, വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ബേസിക് ചോദ്യം. കുറേ ഗെയിമിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, ഇതൊക്കെ ശരിക്ക് ഒരു ഡെവലപ്പറെ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് വിറ്റാ മുതലാവുന്ന പൈസക്കാണോ വിൽക്കുന്നത്? എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇല്ലേ? ആണോ അല്ലയോ? ബാക്കി എല്ലാ സോഫ്റ്റ്വെയർസും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷെ ഗെയിം സാധാരണ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാം. എന്തിനാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഗെയിം കൊടുക്കുന്നത്? അവർക്ക് കുറെ രീതിയിൽ റവന്യൂ ഉണ്ട്. ഇപ്പം ആഡ് വെച്ചിട്ടും പിന്നെ മൈക്രോ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഇപ്പോ ഒരു ഇത് കളിച്ചാൽ നിങ്ങൾക്ക് ഇത്ര വാങ്ങിയാൽ ഒരു ഡ്രസ്സ് വാങ്ങാം. അതാണ് മെയിൻലി ഇപ്പോ ഈ ഗെയിംസ് എല്ലാം അട്രാക്ട് ചെയ്യുന്നത്. അത് മാർക്കറ്റിംഗ് ടെക്നോളജി. പക്ഷെ ബേസിക് ഡെവലപ്മെന്റാ ചോദിക്കുന്നത്. മാർക്കറ്റിംഗ് വന്നത് കുറെ കാലത്തിന് ശേഷം പലരും പിക്കപ്പ് ചെയ്തിട്ടൊക്കെയാണ്. ഇപ്പൊ കാർ ഓടിക്കുന്ന ഒരു ടെറൈനില് കാർ ഇങ്ങനെ ഓടിക്കുന്നു, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഇങ്ങനെ പോകുന്നു, ഇങ്ങനെയൊക്കെയല്ലേ കാണുമോ നമ്മൾ സാധാരണ ഗെയിംസ് അല്ലേ? ഇതെന്തിനാ ഉണ്ടാക്കണത് ഇങ്ങനെ?
ശരിക്കും അതിന്റെ ബേസിക് സ്റ്റാർട്ടിങ് എവിടെയാണെന്ന് അറിയാമോ? മെയിൻലി ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇപ്പോ ഫ്രീ ടൈം വെറുതെ കളയേണ്ട ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ട് ആക്കിയതല്ലേ ഗെയിംസ്. ആരാ തുടങ്ങിയിട്ടുള്ളതെന്ന് അറിയോ ഇതൊക്കെ? ഗെയിമിങ്ങിന്റെ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കാൻ തുടങ്ങിയത് ആരാണെന്ന് ആർക്കെങ്കിലും അറിയാം ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് അറിയുന്ന ഏറ്റവും ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ടായി, അട്ടാരി എന്ന് പറഞ്ഞിട്ടുള്ള. അവര് കുറച്ച് ബേസിക് ഗെയിംസ് ഇറക്കി, ഈ പിങ് പോങ് എല്ലാം പോലത്തെ ഗെയിംസ് ഇറക്കി. ആ കോൺസോൾ മെയിൻലി ഫസ്റ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തപ്പോഴാണ് ഈ ഗെയിംസ്, ഈ വീഡിയോ ഗെയിംസ് പോപ്പുലർ ആയത്. ഇപ്പൊ ബോർഡ് ഗെയിംസിന്റെ ഒരു ലെവലിൽ കൂടിയിട്ട് ആ ഗെയിംസ് എത്തിയത്. ആ കോൺസോൾ നല്ലോണം വിറ്റു. പിന്നെ ഈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത് ഏകദേശം അട്ടാരി വെച്ചിട്ടാണ്. എന്താ ഈ അട്ടാരി എന്ന് പറഞ്ഞ അർത്ഥം? അട്ടാരി ഡോക്ടർ TPS, ആ അത്താരി ഒരു ജാപ്പനീസ് വേർഡാണ്. ഉം. അപ്പൊ അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജാപ്പനീസിൽ ഗെയിംസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വാക്കാണ്, അതായത് ജോയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വാക്കാണ്. സോ അതാണ് അങ്ങനെ വെക്കാൻ കാരണം. ഈ എല്ലാ ഗെയിംസും തുടങ്ങിയിട്ടുള്ളത് ഡിഫൻസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഡിഫൻസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഇത്തരം സിമുലേഷൻസും അനിമേഷൻസും ഓടിച്ചിട്ട് ഇടിക്കുന്നതും. നമുക്കിപ്പം ഒരാളെ വ്യത്യസ്തമായ ടെറൈനിൽ ഓടിച്ച് പിടിച്ച്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് കൊണ്ട് മറ്റു എയർക്രാഫ്റ്റിനെ ഇടിച്ച്, ഹെലികോപ്റ്ററിൽ പോയിട്ട് ഒരാൾ സ്ഥലത്ത് ബോംബിടുന്നത്, ഇതൊക്കെ ഫിസിക്കലായിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ എങ്ങനെ പഠിപ്പിക്കാം? ഏറ്റവും കൂടുതൽ സിമുലേഷൻസും അനിമേഷൻസും വാർ ഗെയിംസ് തന്നെയാണ്. ആ വാർ ഗെയിംസ് ഒക്കെ ഉപയോഗിച്ചിരുന്നത് ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. കമ്പ്യൂട്ടർ ആദ്യമായിട്ട് ഉണ്ടാക്കിയതും ഡിഫൻസിന് വേണ്ടിയിട്ട് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ എല്ലാ സിസ്റ്റംസും സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതൊക്കെ ഡിഫൻസ് അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഇപ്പൊ ഞാനിപ്പോ ഇന്ത്യയിലെ ഒരു സോൾജിയറെ നാളെ ശ്രീലങ്കയ്ക്ക് അയക്കണം എന്ന് വിചാരിക്കും. അദ്ദേഹത്തിന് കംപ്ലീറ്റ് റോഡ് ഞാൻ പഠിപ്പിച്ചിട്ട് വേണ്ടേ അവിടെ വിടാൻ. ആ ലോക്കൽ അവിടെയുള്ള കള്ളന്മാർക്ക് ഏത് വഴിയൊക്കെ പോയാൽ രക്ഷപ്പെടാന്നറിയാം. അറിയോ ഇല്ലയോ? ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു പോലീസിനെ അവിടെ പോയിട്ട് പറഞ്ഞേക്കുന്ന സമയത്ത് അയാൾക്ക് വഴിയൊന്നും അറിയില്ലെങ്കിൽ അയാൾ എങ്ങനെ ഓടി പിടിക്കുക ആൾക്കാരെ? അപ്പൊ ഇത് ഫുൾ പഠിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പറഞ്ഞു വിടുക. അണ്ടർസ്റ്റുഡ്? അപ്പൊ നമ്മള് ബോർഡറിൽ പോകുന്ന ഒരാൾ, കേരളത്തിൽ നിന്നുള്ളൊരു പട്ടാളക്കാരനാണ് കാശ്മീർ ബോർഡറിൽ പോകുന്നത്. അയാൾക്ക് കാശ്മീരിനെ പറ്റി വല്ല അറിവുണ്ടാവുമോ? കാശ്മീരിന്റെ മുക്കിലും മൂലക്കും അയാളെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? ഇപ്പൊ എന്ത് ചെയ്യും? അതെ, ആ ടെറൈൻ മാപ്പിംഗ് ആണ് എന്റെ സ്പെഷ്യലൈസേഷൻ. ആ പണി ചെയ്ത ആളാണ്. ഓക്കെ. ഇപ്പൊ എല്ലാ ഡിഫൻസ് ഏരിയകളിലും അവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കാനുള്ള ടെറൈൻ മാപ്പിങ്ങും അതിന്റെ 3D മോഡലിങ്ങും ഇതൊക്കെ ചെയ്യും. അതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം പീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇത് ഏത് ലോകത്തിന്. അതിപ്പം പല രാജ്യത്തിന്റെ ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇറാഖിന്റെ ഉണ്ടാക്കിയിരുന്നു ഞാൻ. ഇന്നിപ്പോ ഇറാഖിന്റെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും കൊടുത്താൽ വല്ല കുഴപ്പമുണ്ടോ? പിള്ളേർക്ക് കളിക്കാൻ ഉപയോഗിച്ചൂടെ അത്? കാരണം ഇന്ന് അതിന്റെ പണി കഴിഞ്ഞല്ല. മനസ്സിലായോ? അപ്പൊ ഇത്തരം കംപ്ലീറ്റ് വ്യത്യസ്തമായ രാജ്യങ്ങളുടെ ടെറൈൻ മാപ്പിങ്ങും അവിടുത്തെ ഹൈറ്റും. ഇന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ 3D കാണാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. എന്നിട്ട് അവിടെ എനിക്ക് വണ്ടി ഓടിക്കുന്നത് സിമുലേറ്റ് ചെയ്യാലോ. അതുപോലെ സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെറൈൻ സിമുലേറ്റേഴ്സ് തന്നെയാണ് അതിന് പറയാം. എല്ലാ ഡിഫൻസ് ട്രെയിനിങ് സെന്ററിലും ഉണ്ട്. അവിടെ പോയിട്ടാണ് നമ്മൾ ഒരാൾ ഓപ്പോസിറ്റ് വരുമ്പോൾ വെടിവെക്കുന്നതായിട്ട് തന്നെ അയാൾ അഭിനയിക്കും. അങ്ങനെ ഇലക്ട്രോണിക് ഗൺ ഉപയോഗിച്ചിട്ട് മുമ്പിൽ സ്ക്രീൻ ആയിരിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഗൺ ആയിരിക്കും. അതാണ് നമ്മുടെ മൗസ്. അങ്ങനെയാണല്ലോ വീഡിയോ ഗെയിമിലൊക്കെ ചെയ്യുക. അപ്പൊ ഇതിന്റെ നിങ്ങൾ ഈ വീഡിയോ ഗെയിമിൽ കാണുന്നതിന്റെ ഒരു 100 ഇരട്ടി സൊഫിസ്റ്റിക്കേഷനുള്ള വീഡിയോ ഗെയിം സെന്ററുകളാണ് മിലിറ്ററി ട്രെയിനിങ് സെന്റേഴ്സ്.
അത് ഇതേപോലൊരു സ്ക്രീൻ അല്ല, ഫുൾ 3 ഡയമെൻഷൻ 360 ഡിഗ്രിയാണ്. ഏത് ഭാഗത്ത് തിരിഞ്ഞാലും ഞാൻ ആ ലാൻഡിൽ പോയിട്ട് അവിടുന്ന് ഏത് ഭാഗത്ത് തിരിഞ്ഞാലും എന്ത് കാണുമോ അതുപോലെ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹാള് തന്നെ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ കുറച്ച് ലെവൽ കൂടിയാ ചിന്ത. ഓക്കെ, ഗുഡ്. താങ്ക് യു. ഓക്കെ മോനെ. നെക്സ്റ്റ് കഴിഞ്ഞോ? യു ആർ ഓൾ ഗ്രേറ്റ്, ഡൂയിങ് ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. ഇത് ആരുടെ തുടക്കമാണ്? ആരാ ഇതിനകത്ത് സ്റ്റാർട്ട് തുടങ്ങിയ ആള്? ഹു ഈസ് ദ ലീഡർ ഹിയർ? ലീഡർ ഒന്നുമില്ല, എനിക്കൊരു Yeah. ഐഡിയ തോന്നി, പിന്നെ എനിക്ക് പറഞ്ഞപ്പോ ഇവര് സപ്പോർട്ട് ചെയ്തു. എവരിബഡി ഷുഡ് ഡു ദിസ്. ഇത് വലിയൊരു മെസ്സേജാണ് ഇത് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് ലെവലിൽ ഞാൻ ചെയ്തിരുന്നു മോനെ. ഞാൻ +1 +2 മഹാമോശം സ്റ്റുഡൻ്റ് ആയിട്ട് ഞാൻ ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയർ ചേർന്ന് നിങ്ങളുടെ പ്രായത്തിൽ സെക്കൻഡ് ഇയർ ഗ്രാജുവേഷൻ, അതാണല്ലോ ഇപ്പം നിങ്ങൾ പ്രിൻസിപ്പളുടെ പെർമിഷനോട് കൂടി ഫസ്റ്റ് ഇയേഴ്സിന് ക്ലാസ് എടുത്ത് തുടങ്ങിയ ആളാണ് ഞാൻ. 1981, 82, 83 81 to 84 ആണ്. 82 ഐ ഡിഡ് വാട്ട് യു ആർ ഡൂയിങ് നൗ. 82 ചെയ്തിട്ടുണ്ട്. എത്ര കൊല്ലം മുമ്പാന്ന് ആലോചിച്ചു. അത് പ്രിൻസിപ്പളുടെ പെർമിഷനോട് കൂടി ഞാൻ ചെയ്തത്. ഓക്കെ, ഗുഡ്. അപ്പം നിങ്ങളിൽ ഞാൻ കുറേ വലിയ മഹാന്മാരെയൊക്കെ കാണുന്നതാണ്. യു വിൽ ലേൺ. നമ്മുടെ ഈ ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ ഇതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ കുട്ടികൾ ചോദിക്കും. ആ ഒരു കുറേ ഒരു ഡിസ്കഷൻ ഉണ്ടാകും. നിങ്ങൾക്കിനി ഫൈനൽ ഇയർ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയും പോകേണ്ട കാര്യമില്ല. ഈ ടെമ്പോ അതേപോലെ കൊണ്ടുപോകണമെങ്കിൽ ഒരു 100 പ്രോബ്ലംസ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ എക്സ്പോഷർ വിൽ ബിക്കം മച്ച് ബിഗർ. കേരളത്തിലെ ഏറ്റവും നല്ല കോളേജായിട്ട് ഈ ബാച്ച് വിചാരിച്ചാൽ നിങ്ങളുടെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് മാറ്റാം. ബാക്കി എനിക്കറിയില്ല. ഓക്കെ, ഞാനൊക്കെ NIT പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. സാറ്റലൈറ്റ് ബിൽഡിംഗ് എന്നാണ് പ്രോജക്റ്റ് കൊടുത്തത്. ഹോൾ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്നിട്ടാണ് സാറ്റലൈറ്റ് ബിൽഡ് ചെയ്യുക. അവർക്കൊക്കെ വലിയ സംശയം ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ഓരോ പാർട്ട് ബൈ പാർട്ട് ഓരോരാളും പഠിച്ച് എല്ലാവരും കൂടി ചേർന്നപ്പോഴത്തേക്കും സാറ്റലൈറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ അവർക്കൊക്കെ കുറേ പഠിക്കാൻ പറ്റി. അതുകൊണ്ട് ആ ബിടെക് കഴിയുമ്പോഴത്തേക്കും എത്രയോ കമ്പനികൾ അവരെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയാം. വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ പറ്റണം. ഇത് ഈ പറഞ്ഞതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടാക്കി തരാൻ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം എ ഹ്യൂജ് പ്രോജക്റ്റ്. എല്ലാ കോമ്പണൻസും അതിനകത്ത് വരും. അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. അതിനുള്ള ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ വേണം. കൂടെ ഇരുന്ന് ചിന്തിക്കാനൊക്കെ സാധിച്ചാൽ യു ക്യാൻ ഡു ഗ്രേറ്റ്. നെക്സ്റ്റ് വൺ. അടുത്ത ആൾ റെഡി ആവുന്നവരെ ഞാൻ ബ്ലബ്ല പറയണത്. സൗരഭ്, അമൈനാന്ത്, ജിഗ്നേഷ്. 8 പേരുണ്ട്. അവരുടെ ഒന്നും എല്ലാവരെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. മയൂറും സാന്ദ്രയും. Come on, fast. സൗരഭ്, ഡോക്ടർ DPS, ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന പൈത്തൺ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പൈത്തൺ എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഫസ്റ്റ് സെമിസ്റ്ററിൽ തന്നെ പൈത്തൺ ഉണ്ട് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ ക്ലാസ് തന്നെ മാക്സിമം പിള്ളേർക്കും കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ +2 കമ്പ്യൂട്ടർ സയൻസ് എടുക്കാത്ത ബയോളജി എടുത്ത പിള്ളേർക്കൊക്കെ ഫസ്റ്റ് തന്നെ കോഡിന്റെ ഒരു സബ്ജക്റ്റ് ഉള്ളത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അപ്പൊ ആൾക്കാർക്ക് ഫസ്റ്റ് ഫ്യൂ ക്ലാസ്സിൽ ക്യാച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായി. അപ്പോ നമ്മൾ എന്തിനാ ക്ലാസ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെമിസ്റ്ററിൽ തന്നെ ഒരു കോഡിംഗ് സബ്ജക്ട് കിട്ടുമ്പോൾ പിള്ളേർ പാനിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവർക്ക് ഒരു ഓവർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത്. എന്താണ് പൈത്തന്റെ പ്രത്യേകത ബാക്കി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെക്കാളും? വൈ പൈത്തൺ ഹാസ് ബിക്കം സോ ഫേമസ് ഓൾ ഓൺ എ സഡൻ? പൈത്തൺ കുറച്ചും കൂടി സിംപ്ലർ ആണ്. പിന്നെ അതിന് ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ കുറെ വാസ്റ്റ് ലൈബ്രറീസ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നതാണ്. അതിന്റെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ലാംഗ്വേജുകളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സിൻടാക്സ് എന്നല്ലേ പറയാൻ, ആ സിൻടാക്സ് കുറച്ച് ടഫറാണ്. പിന്നെ ഇപ്പോൾ ഓട്ടോമേഷനും സ്ക്രിപ്റ്റിങ്ങും ഗെയിം ഡെവലപ്മെന്റും ഒക്കെ ഇപ്പൊ പറയുന്നതിനൊക്കെ പൈത്തൺ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും.
ഇപ്പം വരാൻ പോകുന്ന ഡാറ്റാ സയൻസിനായാലും മിഷൻ ലേണിങ്ങിനായാലും ഒക്കെ ഉപയോഗിക്കുന്നത് വെബ് ഡെവലപ്മെന്റിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. മൾട്ടി അപ്ലിക്കേഷൻസിന് പോസിബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഡിഫറെൻ്റ് ആക്ടിവിറ്റിക്കൊക്കെ ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു കോമൺ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് നല്ല പോലെ ഉണ്ട്, കാരണം കുറേ പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോളബിൾ റൊട്ടീൻ സിസ്റ്റം പോലെ ഉണ്ട്. അപ്പോൾ എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജും കൂടിയാണ്, വളരെ ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം 11-12 ക്ലാസ്സുകളിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് വന്നവരൊക്കെ പൈത്തൺ പഠിച്ചിട്ടാണ് വരുന്നത്, കാരണം അതാണ് ഏറ്റവും എളുപ്പം. അവിടെ സിയും C++ ഒന്നും പഠിപ്പിക്കുന്നില്ല ഇപ്പം. ഓക്കെ, ഇപ്പം എല്ലാ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് എടുത്തപ്പോ പൈത്തൺ പഠിച്ചിട്ട് തന്നെയാ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിരുന്നു ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ അതെ. ഇപ്പം എല്ലാവരും, എല്ലാ കമ്പനികളും, ഇപ്പം ഗൂഗിൾ ആയാലും നാസയിലായാലും ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, പിന്നെ IBM കമ്പ്യൂട്ടേഴ്സ്, നെറ്റ്ഫ്ലിക്സ്, എല്ലാവരും ഉപയോഗിക്കുന്നത് പൈത്തണാണ്. എല്ലാവരും മാറി. ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടാവും നമുക്കറിയില്ല. അതിനേക്കാളും ഫാസ്റ്ററായിട്ട് ചിലപ്പോൾ വല്ലതും വന്നു കഴിഞ്ഞാൽ, ബെറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറും. പക്ഷെ എന്ത് വന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഓരോ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പുതിയ വണ്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും അടുത്ത വണ്ടി ഓടിക്കാൻ. അതായിരിക്കും എൻ്റെ ഗുണം. ഗുഡ്, വണ്ടർഫുൾ. പിന്നെ ശ്രീനാന്ത്, നമ്മൾ ഡോക്ടർ TPS നമ്മൾ എടുക്കുന്നത് വെബ് ഡെവലപ്മെന്റിന്റെ ക്ലാസ് ആണ്. ഓക്കെ. CSS HTML മാത്രം ഉപയോഗിച്ചിട്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു വെബ് പേജ് ഉണ്ടാക്കുന്നത്, പോർട്ട്ഫോളിയോ. ഓക്കെ, നിങ്ങളൊക്കെ എത്ര പേര് സ്റ്റാക്ക് പഠിച്ചിട്ടുണ്ട്? കേട്ടിട്ടുണ്ടോ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ? സ്റ്റാക്ക് പഠിച്ചിട്ടുണ്ട്. ഫുൾ സ്റ്റാക്ക് എന്നെല്ലാം പറയുന്നത്. അതെ, ഫുൾ സ്റ്റാക്ക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചില്ല. ഒന്ന് പഠിച്ചു തുടങ്ങും കേട്ടോ. നിങ്ങൾ എല്ലാവരും തുടങ്ങേണ്ടതാണ് ഫുൾ സ്റ്റാക്ക്. ഇപ്പൊ ഇന്നത്തേതിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ട് ഈ പറയുന്ന എല്ലാ ഡെവലപ്മെന്റും ഞാൻ ക്ലബ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അതൊക്കെ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് സ്റ്റാക്ക് പഠിക്കുമ്പോഴാണ്. ഫുൾ സ്റ്റാക്ക് പഠിക്കാം. ഒരു കോഴ്സ്, ഫ്രീ കോഴ്സ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. 10 ദിവസത്തെ കോഴ്സ് ആയാലും 2 ആഴ്ചത്തെ കോഴ്സ് ആയാലും വെറുതെ ചേരുക, തീരൊന്നുമില്ല. പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ ടു ഫുൾ സ്റ്റാക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിംഗ് ഉണ്ടോ ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ഗുഡ്. അപ്പൊ അതിനകത്ത് നമുക്ക് എല്ലാം പെടും. ഗുഡ്. അപ്പൊ ഫ്രണ്ട് എൻഡ് ആണ്, യൂസർ ഇന്റർഫേസ് ആണ് പ്ലാൻ. യൂസർ ഇന്റർഫേസ് പോലെ ഒരു പോർട്ട്ഫോളിയോ പോലെ ഉണ്ടാക്കി കൊടുക്കാനാണ്. വണ്ടർഫുൾ, വണ്ടർഫുൾ. എന്റെ വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടോ മോനെ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കൽ നോക്കിയിട്ടുണ്ട്. ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയത് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എത്ര കൊല്ലം മുമ്പ്? 15 കൊല്ലം മുമ്പ്. ഇന്നും ആസ് ഇറ്റ് ഈസ് വർക്കിംഗ് വിത്തൗട്ട് എനി പ്രോബ്ലം. എന്തുകൊണ്ടാ? കാലാതീതമായിട്ട് വർക്ക് ചെയ്യുന്ന വിധത്തിലാണ് സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ്. ആ സമയത്തും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലും എൻ്റെ വെബ്സൈറ്റിൽ വരും. ഞാനത് അധികം അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടും ചെയ്യാത്തതുകൊണ്ടുമാണ്. എൻ്റെ എല്ലാ ബ്ലോഗുകളും എൻ്റെ വെബ്സൈറ്റിൽ വരും. പിന്നെ ഫോട്ടോസ് ഗാലക്സി ഒക്കെ ഞാൻ ഒഴിവാക്കി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതും ഒക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. ഒരുവിധം എല്ലാം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ കമോൺ. നമ്മള് രണ്ട് സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സെഷനിൽ നമ്മുടെ ഇപ്പോ വേൾഡില് ഫുള്ള് AI നമ്മുടെ ലോകത്തിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പോകും. അപ്പോ നമ്മുടെ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ട് AI ടൂൾസിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ AI ടൂൾസ് പരിചയപ്പെടുത്തുന്നത്? സെക്കൻഡ് സെഷനിൽ അത് ജിക്ക് വരുമ്പോൾ ചെയ്യാം. അത് ഇപ്പൊ തീരുമാനിച്ചില്ല, അത് ഡാറ്റ എടുക്കുന്നില്ല. ഇപ്പോ എയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു
ടൂൾ എന്തായിരിക്കും മോന്റെ അഭിപ്രായത്തിൽ കണ്ടിട്ടുള്ളതിൽ? പവർഫുൾ ആയിട്ടുള്ള ടൂളോ? ഇപ്പോ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ സാധാരണ സ്റ്റുഡൻസിനോ ഒക്കെ? കറണ്ട് മോസ്റ്റ് ആയിട്ട് ഇപ്പൊ അതേതായിട്ടുള്ള ഏറ്റവും എന്താ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്ന് ChatGPT ഉണ്ട്, പിന്നെ ജെമിനി ഉണ്ട്. ജെമിനി ഇപ്പൊ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 1 year ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 10,000-17,000 വരെയുള്ള സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർ നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. അത് സാധാരണ ടെക്സ്റ്റ് ഫോമിലല്ല ഞാൻ ചോദിക്കണത്, കുറച്ചും കൂടി ഹയർ വേർഷനിൽ വീഡിയോ അനിമേഷൻ അതൊക്കെ കണ്ടിട്ടുണ്ടോ? എൻ്റെ കുറച്ച് വീഡിയോസ് കാണും, അതിനകത്ത് ചില സ്ഥലങ്ങളിലൊക്കെ എൻ്റെ സ്റ്റുഡൻസ് AI വെച്ചിട്ടുള്ള നല്ല സിമുലേറ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിക്ചേഴ്സും വീഡിയോയും ഒക്കെ അടക്കം ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ പെയ്ഡ് വേർഷനാണ്, നോട്ട് ദറ്റ് നോർമൽ വൺ. ഇപ്പൊ പല കമ്പനികളും അവരുടെ എംപ്ലോയേഴ്സിന് പെയ്ഡ് വേർഷൻ മേടിച്ചു കൊടുക്കും, കാരണം അവരുടെ വർക്ക് ബിക്കം സോ സിംപ്ലർ. അതുപോലെ ഇത്തരം കുറെ കോഴ്സുകൾ ചെയ്യാനുള്ള ഫ്രീ കോഴ്സിനുള്ള ലൈസൻസും കൊടുക്കും. ഗുഡ്. മിക്കവാറും സിനിമകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ, കംപ്ലീറ്റ് AI ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ സെക്കൻഡ് സെഷനിൽ അപ്പോൾ സ്റ്റുഡൻസിന് മൊത്തത്തിൽ ഒന്ന് പരിചയപ്പെടാൻ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ സെക്കൻഡ് സെഷനിൽ ഉദ്ദേശിക്കുന്ന ഒരു ജസ്റ്റ് ഒരു AI യൂസ് ചെയ്തിട്ട് ഒരു ആപ്പ് ഡെവലപ്മെന്റ്. നമ്മുടെ സ്റ്റുഡൻസിന് എന്താ പറയാ, സ്റ്റുഡൻസിന്റെ മൈൻഡിലേക്ക് എങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കാം അതിനെ പറ്റിയിട്ടുള്ള ജസ്റ്റ് ഒരു സീഡ് കൊടുക്കുക അവരുടെ മൈൻഡിലേക്ക്. മാത്രമേ ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ അവരെ വലിയ കോഡിങ് പഠിപ്പിച്ച് അത് അവർ സ്വന്തമായിട്ട് പിന്നെ ചെയ്യണം. അതിന് മൈൻഡിലേക്ക് നമ്മളൊരു ഐഡിയ ഇട്ട് കൊടുക്കുക, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുക. അതാണ് നമ്മുടെ സെക്കൻഡ് സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അത് ജിഗ്നേഷ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്ന സെഷൻ. ഗുഡ്. കഴിഞ്ഞോ? ഡോക്ടർ മയൂർ ആൻഡ് സാന്ദ്ര. നമ്മൾ 2 സെഷനാണ് ഉദ്ദേശിക്കുന്നത്. മയൂർ. മയൂറിന്റെ ഓഡിയോ കട്ടാവണം. ആരാ കൂടെ ഉള്ളത്? മറ്റേ ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെന്നു കേൾക്കണില്ല മയൂരെ, കട്ടാവണു ഓഡിയോ. കൂടെയുള്ള ആരാണ്? അയാൾക്ക് പറ്റുമോ നോക്കൂ. ഹലോ ഡോക്ടർ. വീഡിയോ ഓണല്ല. ഡോക്ടർ ഒരു നെറ്റ് ഇഷ്യൂ ഉണ്ട്, ബ്രേക്ക് ആവുന്നുണ്ടോ പറയുന്നത്? ഇപ്പൊ കേൾക്കാണ്ട്. ഒന്ന് സൗണ്ട് ഇത് വീഡിയോ ഓൺ ആക്കൂ. സാന്ദ്രയുടെ ക്ലിയർ ആണ് അല്ലെ സാവന്ത്? മയൂരിന്റെ കട്ടായിക്കൊണ്ടിരിക്കണ്ടേ? പോയോ ആള്? ഉണ്ടല്ലോ. മയൂർ വീഡിയോ കട്ടായിട്ട് ഓഡിയോയിൽ പറഞ്ഞപ്പോ അങ്ങനെ. Yeah, try that. Hello? സാന്ദ്രയുടെ സൗണ്ട് ക്ലിയർ ആയിരുന്നു, മയൂരിന്റെ ഇപ്പോഴും കട്ടാവുണ്ട്. ഒന്നുകൂടി പറഞ്ഞു നോക്കൂ. തുടങ്ങും മയൂരോ സാന്ദ്ര ആരെങ്കിലും ഒരാൾ. സാന്ദ്ര സംസാരിച്ചു. ഹലോ ഡോക്ടർ. ഡോക്ടർ, ഞങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്പോർട്സ് ക്ലബിലേക്ക് അവർക്കൊരു സ്പാർക്ക്, ഒരു ഇൻട്രസ്റ്റ് സ്പോർട്സിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സെഷൻ ആണ് നോക്കുന്നത്. സ്പോർട്സ് കരിയറിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ് അവർക്ക് സ്പോർട്സിൽ ആക്റ്റീവ്ലി സാന്ദ്രയുടെ ഫേസ് കാണട്ടെ. ഫോക്കസും ഒരു മിനിറ്റ്. മയൂരിനും വീഡിയോ ഓൺ ആക്കാലോ. വെൻ യു ഡോണ്ട് ടോക്ക് യു ക്യാൻ കീപ് യുവർ വീഡിയോ. എല്ലാവരും വീഡിയോ ഓഫ് ആണ്. ഇറ്റ് ലുക്ക് സോ ഡൾ നോ? എല്ലാവരും വീഡിയോ ഓൺ ആക്കും.
ഇറ്റ്സ് എ വെരി ബാഡ് ഹാബിറ്റ്. നിങ്ങളൊരു ഒരു ഒരു ജിമീറ്റിൽ വരുന്ന സമയത്ത് യുവർ ഫേസ് ഷുഡ് ബി ഓൺ ആൻഡ് ടു ഷോ ദാറ്റ് യു ആർ അറ്റൻറ്റീവ് എന്നാണ്. അതൊരു ബേസിക് ഹാബിറ്റ് ആവണം. നിങ്ങളുടെ കോളേജിലൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ചും കേരളത്തിൽ എല്ലാവരും ക്ലോസ് ചെയ്തിട്ടായിരിക്കുക. ബട്ട് ഐ ജനറലി ഡോണ്ട് പെർമിറ്റ്. കാരണം ഇതൊക്കെ ഞാൻ ഗ്രാബ് ചെയ്യുന്നുണ്ട്. ഐ ആം ഡൂയിങ് എ സ്ക്രീൻ ഗ്രാബിങ്. ഐ ആം റെക്കോർഡിങ് ദിസ്. ഓക്കെ, ഇപ്പൊ കംപ്ലീറ്റ് ബ്ലാങ്ക് കാണുന്ന സമയത്ത് ഇറ്റ് ഡസന്റ് ലുക്ക് ഗുഡ്. ജിഗ്നേഷ് മാത്രം ഓഡ് മാൻ ഔട്ട്. ഹലോ, ഇപ്പൊ ഓഡിയോ ക്ലിയർ ആണ്? ഓഡിയോ ക്ലിയർ ആ മോനെ, പറയൂ. കേൾക്കുന്നില്ലേ? അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഫസ്റ്റ് ഇയർ ഫ്രഷേഴ്സ് ഒക്കെ വരുന്ന ടൈമില് ഫസ്റ്റ് ഇയർ തന്നെ ആരും ഈ സ്പോർട്സിലൊന്നും അങ്ങനെ ഇൻവോൾവ് ആവാറില്ല. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ട് കിട്ടട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ലെക്ചർ ടൈപ്പ് അല്ല, ജസ്റ്റ് ഒരു സ്പോർട്സ് ക്ലബിന്റെയും അതിന്റെ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. അതിനെന്താ ഇൻട്രൊഡക്ഷൻ വേണ്ട, നേരെ കളിക്കുമല്ലേ വേണ്ടത്? ലൈക്ക് അതിപ്പോ അങ്ങനെയല്ല, ജസ്റ്റ് നമ്മളിപ്പോ എന്തൊക്കെയാ ഉണ്ടാവുക, ലൈക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം. മയൂരി ഏത് ഗെയിമാ കളിക്കുക? മെയിൻലി ക്രിക്കറ്റ് ആണ് കളിക്കുന്നത്. അതെ, അതൊഴിച്ചിട്ട് ബാക്കി അതെല്ലാം ആരും കളിക്കുന്നതല്ലേ ഇപ്പം? അതല്ലാതെ ഫുട്ബോൾ കളിക്കും, പിന്നെ ബാഡ്മിന്റൺ. ഗുഡ്. ഞാനൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഐ യൂസ് ടു ഹാവ് ലാസ്റ്റ് പീരീഡ് മിക്കവാറും കളി ഉണ്ടായിരുന്നു. ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ലഞ്ച് ടൈമിൽ വി ഹാഡ് എ വോളിബോൾ കോർട്ട്. കളിക്കാൻ തുടങ്ങിയിരുന്നു. ഗെയിംസ് വോളിബോൾ അത്യാവശ്യമായിട്ട് കളിക്കേണ്ടത്. എൻ്റെ ബ്രദറൊക്കെ വോളിബോൾ നാഷണൽ റഫറിയാണ്. നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും പഴയ വോളിബോൾ കളിക്കാറുണ്ടെങ്കിൽ ഒരു 10-60 വയസ്സുള്ള ആളുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, പപ്പൻ മാഷെ അറിയാമെന്ന്. ഓക്കെ, ജിമ്മി ജോർജിന്റെ ഒക്കെ കൂടെ കളിച്ചിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. നമ്മുടെ നാട്ടുകാരനാ ജിമ്മി ജോർജ്, നിങ്ങൾക്കറിയാം? വോളിബോൾ പ്ലെയർ ഇരിക്കൂർ. അതെ, അദ്ദേഹത്തിന്റെ പേരിൽ ഇന്റർനാഷണൽ ലെവലിലൊക്കെ കോർട്ടുകളുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 2 പേരുടെ മുഖം, ജിഗ്നേഷ് ഒരു പ്രാവശ്യം വന്നിട്ട് പോയി, സൗരവ് ഈസ് നോട്ട് ഓൺ, സാന്ദ്ര ഈസ് നോട്ട് ഓൺ. ഇപ്പൊ ഗുഡ് ഇനഫ് സാവന്ത്? ഡോക്ടർ, അപ്പൊ നമ്മള് ഇത് കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളിപ്പം ചെയ്തതെന്ന് വെച്ചാൽ ലിങ്ക്ഡിനിൽ ഒരു കമ്പനി പേജ് പോലെ തുടങ്ങിയിട്ട് ഫർദർ കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഒരു ഹാക്കത്തോൺ അല്ല, ഒരു ഡിസൈൻ ഡെസിക്രോൺ എന്ന് നമ്മൾ പേരിട്ടിട്ട്, അതായത് സർക്യൂട്ട് ഡിസൈൻ ഹാക്കത്തോൺസ്, ബേസിക് ലോജിക് കേസ് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഹാക്കത്തോണും കൂടി ഇത് കഴിഞ്ഞിട്ട്, ഇതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നടത്താനുള്ള ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് പറ്റുന്നതാണെങ്കിൽ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ ഇന്നതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്റെ ചെറിയൊരു 2 മിനിറ്റ് ടോക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് വെക്കുക. ദെൻ അപ്ലോഡ് ഇറ്റ്. ദാറ്റ്സ് ഹൗ യു ക്യാൻ. ഇപ്പൊ സാന്ദ്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഓൺ ഇല്ലാണ്ട്, ബാക്കി എല്ലാവരും ഓൺ. ഗുഡ്. ഇഫ് യു ഓൾ ഓഫ് സാന്ദ്രയും കൂടി ഓൺ ആക്കിയാൽ ഐ വിൽ ഹാവ് എ പിക്ചർ. എനിവേ ദിസ് ഈസ് സ്ക്രീൻ ഗ്രാബ്ഡ്. ഇറ്റ് വിൽ ബി ദർ ഓൺ യൂട്യൂബ്. ആസ് ഇറ്റ് ഈസ് ഞാൻ ഇടാം. ഓക്കെ, ഇത് തന്നെ നിങ്ങൾക്ക് ഇത് തന്നെ എല്ലാത്തിന്റെ ഒരു ബ്രീഫ് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനകത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് ക്ലിപ്പിംഗ്സ് എടുത്തിട്ട് യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ യുവർ പബ്ലിസൈസ്. എപ്പോഴും ഡോക്യുമെന്റ് ചെയ്യണം. ഇപ്പം ഞാനൊക്കെ 2000 മുതൽ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ ഡോക്യുമെന്റ് ഉള്ളതുകൊണ്ടാണ് ഈ 25 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കാണിക്കാൻ പറ്റും. ചെറിയ സംഭവമായാലും ഡോക്യുമെന്റ് ഇറ്റ് വെൽ. ഓക്കെ, സാന്ദ്ര ഈസ് നോട്ട് ഓൺ, റെസ്റ്റ് ഓഫ് ഓൾ ആർ ഓൺ. ഡോക്ടർ, ആ ഡോക്യുമെന്റേഷൻ പർപ്പസിനാണ് നമ്മൾ ലിങ്ക്ഡിനിൽ ഒരു പേജ് പോലെ തുടങ്ങിയിട്ട് നമ്മളൊരു ഇപ്പം ഒരു ഗ്രൂപ്പ് ആക്കി. ഇനി ആ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാം. എപ്പോഴും 2 സ്ഥലത്തെങ്കിലും പോസ്റ്റ് ചെയ്യണം. നാളെ ലിങ്ക്ഡിൻ മുങ്ങിപ്പോയാൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ എപ്പോഴും ഇപ്പം ഐ ഹാവ് ഗോട്ട് ടി ബി കണക്കിന് എൻ്റെ എല്ലാ വീഡിയോയും ഞാൻ ബാക്കപ്പ്ഡാണ്. 2000 മുതലുള്ള. എൻ്റെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ
റാക്ക് ഓഫ് CDs, അത് കഴിഞ്ഞിട്ട് ജൂക്ക് ബോക്സ്, അത് കഴിഞ്ഞിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ. ഓക്കെ, TB കണക്കിനുണ്ടാവും. കാരണം ഇതെല്ലാം എപ്പോൾ വേണമെങ്കിലും പോവാം. പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്താലും ഹൈ റെസൊല്യൂഷൻ കിട്ടില്ല. ഇപ്പം എൻ്റെ ബ്ലോഗുകൾ, സോ വെബ്സൈറ്റ് വരുമ്പോൾ ഐ കുഡ് കണക്ട് ബ്ലോഗ്. അതുപോലെ യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഒരു 4-5 പേജുകൾ. ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടാവും, ലിങ്ക്ഡിൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. Xഉം Yഉം ഒക്കെ ഉണ്ടാവും എന്നർത്ഥം. ഇപ്പോൾ ഡോക്യുമെന്റ് ചെയ്യണം നിങ്ങൾ, അതിനനുസരിച്ചിട്ട് അതിനെ പോപ്പുലർ ചെയ്യണം. ലെറ്റ് എവരിബഡി സ്റ്റാർട്ട് ലൈക്ക് ദിസ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ജോബ്. സോ നമ്മളിപ്പം നമ്മളെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് അത്ര നടന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട് എന്ന് അറിയിക്കാൻ കൂടി എന്റെ ഒരു ഉദ്ദേശമുണ്ട്. അല്ല, നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഒരു 10 കമ്പനി വരണമെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല. ജസ്റ്റ് ദേ വിൽ കം ടു യു. പക്ഷെ നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് പ്രൂവ് എന്തുകൊണ്ടാണ് വരാത്തത്? കാരണം നിങ്ങളുടെ കോളേജിൽ നിന്നും പോയിട്ട് സീനിയർ ആയിട്ടുള്ളവർ വർക്ക് ചെയ്ത് പ്രൂവ് ചെയ്താലേ കമ്പനികൾ നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ. അപ്പം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന വർക്ക് വെച്ചിട്ട് വരാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇൻക്ലൂഡിങ് ആർമി അടക്കം വന്നിട്ട് നിങ്ങളുടെ അടുത്ത് റിക്രൂട്ട്മെന്റ് നടത്താം, നോ ഇഷ്യൂ. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നല്ല കുറച്ച് ലെറ്ററൊക്കെ വേണ്ടി വരും, കുറച്ച് മെനക്കെടേണ്ടി വരും, ബട്ട് അതൊന്നും വലിയ പ്രോബ്ലം അല്ല. അതല്ലെങ്കിൽ യു ക്യാൻ കണ്ടക്ട്, ഇപ്പോൾ ഇവിടെയൊക്കെ ചെയ്യുക, കോളേജുകൾ കണ്ടക്ട് ചെയ്യുന്നതിനേക്കാളും വലിയ റിക്രൂട്ട്മെന്റ് മേളകൾ നടത്തും. പല കോളേജുകളെയും വിളിച്ചിട്ട് നിങ്ങളുടെ കോളേജ് ഒരു വെന്യൂ ആക്കിയിട്ട് നടത്താൻ പറ്റും. ഈ ടെക് ഫെസ്റ്റ് ഒക്കെ നടത്തുന്നത് തന്നെ അത്തരം ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ടെക് ഫെസ്റ്റിനേക്കാളും സൂപ്പർ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ ചെയ്യണത്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻ. സോ അങ്ങനെ കുറച്ചും കൂടി ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയ കമ്പനീസിലേക്ക് ഗ്രാബ് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഗ്രാജുവലി ചെയ്യാന്നാ വിചാരിക്കുന്നത്. യു ഷുഡ്, ഇപ്പൊ നമ്മൾ അതേപോലെ സ്റ്റഡി ടൂർ ഒക്കെ പോകുന്ന സമയത്ത് യു ഷുഡ് ഗോ വേർ യു ലേൺ സംതിങ്. അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു, ഒരു IoT എടുക്കുന്ന ഒരു കുട്ടി. അപ്പൊ ആ കുട്ടിക്ക് വരാൻ പറ്റിയില്ല, പറഞ്ഞായിരുന്നു. ഇപ്പോഴും മയൂറിന്റെ ക്യാമറ ഓണല്ല, സാന്ദ്രയുടെ ഓണല്ല. സോ ഞാൻ ഫർദറും ഡോക്ടറെ ഹെൽപ്പ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വിൽ മീറ്റ് sometime physically. We will meet. Update me or don't stop here. Make some ഏതെങ്കിലും ഒരു IEEE സെന്റർ ആണോ നിങ്ങളത്? അപ്പൊ അതിന്റെ പേരിൽ യു ക്യാൻ കം ഇൻ ടു ലീഡർഷിപ്പ് ആൻഡ് സ്റ്റാർട്ട് പ്രോഗ്രാംസ്. ഞാനിപ്പം കേപ്പിലൊക്കെ IEEE ഇനോഗ്രേറ്റ് ചെയ്യാൻ ഞാൻ പോയിരുന്നത്. അന്ന് ഇമേജ് പ്രോസസിംഗ് ആണ് അവിടെ ക്ലാസ് എടുത്തത്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് എൻ്റെ, ഡിഫറെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ്. ഞാൻ 1 മില്യൺ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ മാത്രം പഠിപ്പിച്ചിട്ടുണ്ടാവും. മേ ബി 10,000 എഞ്ചിനീയറിംഗ് കോളേജസ്. അവിടേക്കുള്ള ഫാക്കൽറ്റീനെ അടക്കം, നോട്ട് ഈവൻ ഇവിടെ ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ BTechന് പഠിപ്പിക്കുന്ന, MTechന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് സെന്റർ ആണ്. അതിന് പണ്ട് ക്ലാസ് എടുത്ത് തുടങ്ങിയ ആളാണ്, മേ ബി 20 years ബാക്ക്. ഓക്കെ, സോ താങ്ക് യു ഡോക്ടർ. 1 മണിക്കൂർ നമുക്ക് all the best. All the best. താങ്ക് യു ഡോക്ടർ. Yeah. താങ്ക് യു ഡോക്ടർ. ഹലോ ഡോക്ടർ TPS. ഡോക്ടർ TPS, ഇതിന്റെ പുറത്തായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം സ്കിൽ സെറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് പറഞ്ഞല്ലോ, അതേപോലത്തെ വേറെ എന്തെങ്കിലും അങ്ങനത്തെ വെബ്സൈറ്റ്സോ? മോനെ എന്താണ് മോനെ പഠിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഏത് സബ്ജക്റ്റാന്ന് പറ. ഇപ്പൊ പൈത്തൺ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അതെ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഫ്രീ ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. പക്ഷെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അധികമൊന്നും ഉണ്ടാവില്ല. IBM നോക്കിയാൽ യു വിൽ ഗെറ്റ്. IBM ആണ് വൺ ഓഫ് ദ ലീഡിങ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. IBM എന്ന് പറഞ്ഞാൽ കുറെ യൂട്യൂബുകൾ കാണാം. ഓക്കെ, കാരണം ഇപ്പൊ കോഴ്സായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുറെ ഒരു ഇൻട്രൊഡക്ടറി ലെവലിലുള്ള ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഫ്രീ ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് അടിക്കുക. ഇൻട്രൊഡക്ടറി കോഴ്സുകൾ കിട്ടും നിങ്ങൾക്ക്. ആ ലെവലിലൊന്നും എത്തിയിട്ടില്ല. കോഴ്സായിട്ട് കൊടുക്കാനും പഠിപ്പിക്കാനും പറ്റിയ ലെവലിലൊന്നും എത്തിയിട്ടില്ല ഇപ്പോഴും. റിസർച്ച് ഓൺഗോയിങ് ആണല്ലേ? അതെ, 1970s 80s തുടങ്ങിയതാണ്. പക്ഷെ ഡൗൺ ആയിരുന്നു. ഇപ്പൊ രണ്ടാമതും അപ്പായിട്ടുണ്ട് കുറച്ച്. ഇപ്പൊ മേ ബി ലാസ്റ്റ് 5 years പീപ്പിൾ ഹാവ് ടേക്കൺ ഇറ്റ് വെരി സീരിയസ്ലി. IBM ആണ് വളരെ സീരിയസ് ആയിട്ട് ഇതിലിപ്പോ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളവർ. പക്ഷെ കുറെ അതിനകത്ത് കുറെ, കാരണം ബേസിക് ഫിസിക്സ് വളരെ സ്ട്രോങ് ആവണം. ക്വാണ്ടം ഫിസിക്സ് ആണ് ഇതിന്റെ ബേസിക്സ്.
ഇപ്പം അതിന് സാധാരണ ഇപ്പം അതിനകത്തുള്ള സ്പെഷ്യലൈസ്ഡുള്ള ആളൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഫിസിക്സിൽ PhD കിട്ടിയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ മേ ബി 1 year ഐ ക്യാൻ ഓർ വി ക്യാൻ കൺവേർട്ട് ദം ഇൻ ടു ദാറ്റ് ഈസ് വാട്ട് ബാംഗ്ലൂരിലെ ഞങ്ങളുടെ സെൻറ്റർ PhD ഉള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തിട്ട് അവരെ ഇതിനകത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്, ഇതിനകത്ത് സ്പെഷ്യലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പം M.Tech പഠിച്ച് ഏത് വിഷയമായാലും നിങ്ങൾക്ക് മാത്സ് വളരെ സ്ട്രോങ് ആണ്, ഫിസിക്സ് വളരെ സ്ട്രോങ് ആണെങ്കിൽ അത് ലീഡ് ചെയ്യുന്ന ടീം മെമ്പർ എന്ന് പറയുന്നത് അമേരിക്കയിൽ 40 വർഷം വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ പഴയ സുഹൃത്തുക്കളാണ് അതിനിപ്പോൾ ലീഡ് ചെയ്യുന്നത്. അവരൊക്കെ ബയോ സയൻസിൽ ലീഡേഴ്സാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇൻ ബയോ സയൻസസ്. അവർ പണ്ട് കുറേ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ നടത്തിയിട്ടുള്ള അമേരിക്കയിലുള്ള കമ്പനികളിൽ ഓണേഴ്സാണ്. അവരൊക്കെ കർണാടകക്കാരും ആന്ധ്രക്കാരുമാണ്. ഞാൻ ഈ രണ്ട് നാട്ടിലും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. കേരളത്തിനേക്കാളും കൂടുതൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇത്തരം കർണാടകയും ആന്ധ്രയൊക്കെയാണ്. അവരൊക്കെ എൻ്റെ പഴയ സുഹൃത്തുക്കൾ, 10-20 വർഷമായിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് കൂടെ വർക്ക് ചെയ്യുന്നവർ. അപ്പം അവരാണ് ബാംഗ്ലൂർ വി ആർ ഗോയിങ് ടു സെറ്റപ്പ് ആൻഡ് ദെൻ വി ആർ സ്റ്റാർട്ടിങ് എ B.Tech ഇൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അപ്പം അതിൻ്റെ സിലബസ് ഉണ്ടാക്കുന്ന കമ്മിറ്റിയൊക്കെയാണ് ഇപ്പം ഡിസ്കഷൻസ് നടക്കുന്നത്. അപ്പോൾ അതിൽ കോഴ്സുകളായിട്ട് ഇപ്പം തുടങ്ങിയിട്ടില്ല, പക്ഷെ 1-2 യൂണിവേഴ്സിറ്റികളൊക്കെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആന്ധ്രാപ്രദേശിൽ തുടങ്ങിയിട്ടുള്ള സ്ഥലത്ത് അമൃത സ്ഥലം കൊടുത്തിട്ടുണ്ട്, VITക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്, ചന്ദ്രബാബു നായിഡു. അവരുടെയൊക്കെ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഉണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങും, ബൈ നെയിം അറ്റ്ലീസ്റ്റ്. അതൊന്നല്ല കൂടുതൽ പഠിപ്പിക്കുക, പക്ഷെ 4th year ആകുമ്പോഴത്തേക്കും B.Techക്കാർക്ക് അത് കുറേ പഠിപ്പിക്കാൻ പറ്റിയാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് B.Tech എന്ന് പറയാലോ ആദ്യം. അതിന് വേണ്ടിയിട്ട് കേരളത്തിലൊന്നും തുടങ്ങിയിട്ടില്ല. ആകെ തുടങ്ങിയിട്ടുള്ളത് ബാംഗ്ലൂരിൽ കുറച്ച് യൂണിവേഴ്സിറ്റികളും ഇപ്പം ആന്ധ്രയിൽ കുറച്ച് യൂണിവേഴ്സിറ്റികളും. അപ്പം ഞാൻ അസോസിയേറ്റഡ് ഉള്ളത് തിരുപ്പതിയുള്ളൊരു യൂണിവേഴ്സിറ്റി ആയിട്ടാണ്. അപ്പൊ കാണാം എവിടെയെങ്കിലൊക്കെ. യു വിൽ ഹാവ്. ഡോക്ടർ അതിന് ഫോളോ ആയിട്ട് ഒന്നും കൂടി ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ ജെൻസൺ ഹാങ് എന്ന് പറഞ്ഞ NVIDIA CEO പറഞ്ഞത് ബേസിക് ഫിസിക്സ് അല്ലെങ്കിൽ ബേസിക് സയൻസുകാർക്കാണ് കൂടുതൽ മുൻഗണന എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ ഓഫ് സയൻസ് പഠിക്കുക എന്നുള്ളതാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫിസിക്സ് നല്ലപോലെ സ്ട്രോങ് ആയിട്ടും മാത്സ് നല്ലപോലെ സ്ട്രോങ് ആയിട്ടും പഠിക്കണം. ഇപ്പൊ നിങ്ങളുടെ ഈ ബാക്ക്ഗ്രൗണ്ടും ഈ B.Techും വെച്ചിട്ട് മാത്രമല്ല, ഈ കുറേ എക്സ്ട്രാ ഓൺലൈൻ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള മാത്സും കൂടി പഠിക്കേണ്ടി വരും. പിന്നെ അതല്ലെങ്കിൽ ഇത് ക്വാണ്ടം കമ്പ്യൂട്ടിങ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കുറേ ക്വാണ്ടം ഫിസിക്സ് പഠിക്കണം. നമ്മൾ അറിയില്ല, എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് പോകുന്നതിന് പകരം അറിയാത്ത സാധനവും മനസ്സിലാവാത്ത സാധനവും 10 പ്രാവശ്യം എക്സ്ട്രാ കേൾക്കുക. അപ്പോഴാണ് മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന സമയത്ത് സ്കാൻ ലൈൻ, പിക്സൽ സ്കാനിങ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എങ്കിലും മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കാം. 6ാം ക്ലാസ്സുകാരനത് മനസ്സിലാവില്ല. പക്ഷെ 6ാം ക്ലാസ്സുകാരൻ 10 ദിവസം കേട്ടാലോ അവന് മനസ്സിലാവും. അതിന് കൃത്യമായിട്ട് ചോദ്യം ചോദിക്കാനും പഠിക്കണം. ഇപ്പോൾ നിങ്ങൾ പറ്റുന്ന എല്ലാ കോഴ്സിനും രജിസ്റ്റർ ചെയ്യുക. റിലേറ്റഡ് ആയിട്ട് തോന്നുന്ന കോഴ്സുകൾക്കൊക്കെ രജിസ്റ്റർ ചെയ്യുക. അത് ഒന്നല്ല, 4 യൂണിവേഴ്സിറ്റികളിലും 4 ആപ്പുകളും വെച്ച് രജിസ്റ്റർ ചെയ്യുക. ദെൻ തിങ്ക് അത് പറ്റുമോ ഇല്ലയോ എന്നുള്ള പിന്നെ ആലോചിക്കാമല്ലോ. നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അതും എടുത്തിട്ട് നമ്മൾ എടുത്തു ഞാൻ പഠിപ്പിച്ചു തരാം. ഞാനല്ലെങ്കിലും എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ഇതൊക്കെ അറിയുന്ന കുറേ പേരുമായിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ ഡെയിലി കണക്റ്റഡ് ആണ്. ഓക്കെ, ഇതേപോലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് പണ്ട് ക്ലാസ് എടുത്തിട്ടുള്ള എൻ്റെ സ്റ്റുഡൻ്റ് ആണ് ഇവരൊക്കെയാണ് ഇപ്പം ഇതിൻ്റെ ഈ കമ്പനിയൊക്കെ നടത്തുന്നതും. അത് ഇതിൽ മാത്രമല്ല, പലതിലും സ്പെഷ്യലൈസേഷനുള്ള ആൾക്കാരുണ്ട്. ഇപ്പം കേരളത്തിൽ അടുത്ത ഇലക്ഷനിൽ ആര് ജയിക്കണമെന്ന് വേണമെങ്കിൽ തീരുമാനിച്ച് അതിനെ മോഡൽ ചെയ്ത് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് അടക്കമുണ്ട് നമുക്ക്, ജിയോ പൊളിറ്റിക്സിന്റെ ഗ്രൂപ്പ് അടക്കം. ഓക്കെ, അത് ഓരോ സ്ഥലത്തും ഇലക്ഷന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ കോൺട്രാക്ട് കിട്ടുന്ന B.Tech സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്. ഇതൊക്കെ ഡാറ്റാബേസും ഇലക്ട്രോണിക്സും ഒക്കെയാണ്. ഇറ്റ്സ് ഓൾ പ്രോഗ്രാമിംഗ്. മനസ്സിലായല്ലോ? ഹ്യൂജ് ഡാറ്റാബേസ് വെച്ചിട്ടുള്ള കളിയാണ്. അതാണ് ചെയ്യുക. അപ്ലിക്കേഷൻസ് ക്യാൻ ബി എനിത്തിങ്. ബേസിക് ആയിട്ട് പ്രോഗ്രാമിങ്ങും മാത്സും ഫിസിക്സും അറിയുകയാണെങ്കിൽ മോഡലിംഗ് നമുക്ക് പലതിനും ചെയ്യാം. ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് വലിയൊരു സബ്ജക്റ്റാണ്. അപ്പം നിങ്ങൾ ഈ ബ്ലോക്ക് ചെയിൻ, ബിഗ് ഡാറ്റ, അനിമേഷൻ സിമുലേഷൻ, AI, ഓഗ്മെന്റഡ് റിയാലിറ്റി, ARഉം കൂടി പഠിക്കണം. പിന്നെ അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ബ്ലോക്ക് ചെയിൻ ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ജോലി കിട്ടും പെട്ടെന്ന് തന്നെ.
വിത്ത് ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട്, വിത്ത് ബ്ലോക്ക് ചെയിൻ, ബിഗ് ഡാറ്റ അനാലിസിസ്. ഇതൊക്കെ പഠിക്കണം. പാരലലി ഡു ആസ് മെനി കോഴ്സ് ആസ് യു ക്യാൻ. ബിടെക് തീരുമ്പോഴത്തേക്കും ഒരു 200 സർട്ടിഫിക്കറ്റ് എങ്കിലും എബ്രോഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കൈക്കലാക്കണം. അതാണ് വേണ്ടത്. ഓക്കെ, എനിത്തിങ് മോർ? എന്തെങ്കിലും ഉണ്ടോ മക്കളെ? ഡോക്ടർ TPS, അതേപോലെ നമ്മൾ ഈ ബിടെക്കിന്റെ നമ്മുടെ ലൈഫ് സൈക്കിളിൽ എന്തെല്ലാം ഹാബിറ്റ്സ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്? അല്ല, നിങ്ങൾക്ക് നല്ല പ്രസന്റേഷൻ സ്കില്ല് വേണം, നല്ല ജനറൽ നോളജ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ റിക്രൂട്ട്മെന്റിന് പോകുന്ന സമയത്ത് അന്ന് വായിക്കുന്ന പത്രത്തിലുള്ള ന്യൂസാണ് നിങ്ങളോട് ഡിബേറ്റിന് പറയാം. ചിലപ്പോൾ നിങ്ങൾ ടെക്നിക്കലി ഹൈലി സ്കിൽഡ് ആയിരിക്കും, പക്ഷെ ലോകപരിചയമൊന്നും ഉണ്ടാവില്ല. ഞാനന്ന് രാവിലെ നിങ്ങൾക്ക് സെലക്ഷന് പോകുന്ന സമയത്ത് ഏതെങ്കിലും കമ്പനിയുടെ ഒക്കെ സെലക്ഷനായിട്ട് പോകാറുണ്ട് ഞാൻ. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷന് ടോപ്പിക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് അന്ന് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള പ്രശ്നമായിരിക്കും. കാരണം ഇതൊക്കെ റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം റഷ്യ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ അടിപിടി കൂടുന്നത് ടെക്നോളജി ബേസ്ഡ് ആണ്. ഇപ്പോൾ ഇന്ന് റഷ്യയിലൊക്കെ ഒരു ഷിപ്പ് പോയിട്ടുണ്ട്. അത് ആര് കൊടുത്തതാണ് നിങ്ങൾക്ക് അറിയണം. അതിന്റെ ടെക്നോളജി എന്താണ്? വൈ ഈസ് ഇറ്റ് സോ ഗ്രേറ്റ്? ഇപ്പൊ നിങ്ങളോട് തന്നെ ഇപ്പൊ ഞാൻ ചോദിക്കാം, വന്ദേ ഭാരത് എന്ന ട്രെയിൻ കണ്ടുപിടിച്ചതാരാണ്? ഒരു ഇന്ത്യൻ എഞ്ചിനീയർ റിട്ടയർമെന്റിന്റെ സമയത്ത് അതിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ആരാണ്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ എന്താണ്? അത് കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് ആണ്, പവർ ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ നിങ്ങൾ വന്ദേ ഭാരത് എന്ന് കേൾക്കുന്ന സമയത്ത് മോദിന്റെ അല്ല മുഖം വരേണ്ടത്. ഏത് എഞ്ചിനീയർ ആണ് ഇതിന്റെ പിന്നിൽ പോയതെന്ന് പഠിക്കുമ്പോഴാണ് നിങ്ങൾ റിയലായിട്ട് എഞ്ചിനീയർ ആവുക. മനസ്സിലായോ? അപ്പൊ അതേപോലെയുള്ള ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരും. കാരണം നിങ്ങൾക്ക് അത്തരം സംഭവങ്ങൾ ഉണ്ടായാലേ നാളെ നിങ്ങൾ എടുക്കുന്നത് പ്രോഗ്രാമിംഗ് ലെവലിലോ താഴെ ലെവലിലോ ആണെന്ന് വിചാരിക്കുക. ഇന്ന് ഞാൻ ഇയാളെ 10 കൊല്ലം എൻ്റെ കമ്പനിയിൽ വെച്ച എൻ്റെ ആഗ്രഹം എന്താണ്? 10 കൊല്ലം കഴിയുമ്പോൾ ഇയാൾ ലീഡർഷിപ്പിൽ എത്തണം എന്നാണ്. വേണ്ടേ? ലീഡർഷിപ്പിൽ എത്തുന്ന ഒരാൾക്ക് എന്താ വേണ്ടത്? ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവണ്ടേ? ആ ആഗ്രഹം ഉണ്ടോ എന്ന് ഞാനെങ്ങനെ ഇപ്പൊ ചെക്ക് ചെയ്യാം? ഏതെങ്കിലും ഇതേപോലെ ജനറൽ ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് എന്ന് പറയുന്നത് എല്ലാ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആണ് ഇന്ന്. അത് നടക്കുന്ന വാറായാലും ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആണ്. ഇതൊക്കെ കൃത്യമായിട്ട് അറിയണം. അപ്പൊ ചുറ്റും നോക്കിയിട്ട് കാണുന്ന എല്ലാ സംഭവങ്ങളെ കുറിച്ചും ഗ്രാസ്പ് ചെയ്യുക. അതിനെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും ഒരു ഡിസ്കഷൻസ് ഉണ്ടാക്കുക. കുറെ ചോദ്യങ്ങളെങ്കിലും ഉണ്ടാവണം. ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പൊ ആ ചോദ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ കഴിവ്. ക്വസ്റ്റ് ഫോർ നോളജ്, അതാണ്. ബാച്ചിലർ ഓഫ് ടെക്നോളജി എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഡിഗ്രി ബിടെക്. ബാച്ചിലർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ ഡിഗ്രിയുടെ അർത്ഥം തന്നെ നിങ്ങൾക്ക് അറിയില്ല എന്നല്ല അർത്ഥം. മനസ്സിലാവണേ? ബാച്ചിലർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി എന്നാണ്. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എന്നാണ്. ബ്രഹ്മാവ് ഈസ് ദ ഗോഡ് ഓഫ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ എൻ്റെ ക്രിയേറ്റിവിറ്റി, എൻ്റെ കണ്ടുപിടുത്തങ്ങൾ, ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടുപിടുത്തമാണ്. എൻ്റെ റിസർച്ച്, എൻ്റെ ചിന്തകൾ ടെക്നോളജിയിലാണെന്നാണ് അർത്ഥം. നിങ്ങളുടെ ചിന്തകൾ ടെക്നോളജിയിലേ പാടുള്ളൂ. അപ്പോഴാണ് ശരിക്കും ബാച്ചിലർ ഓഫ് ടെക്നോളജി ആവുന്നത്. അപ്പോൾ ടെക്നോളജിയിൽ കുറേ ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം. അതാണിപ്പോൾ ഈ കൂടിയിട്ടുള്ള നിങ്ങൾക്കൊക്കെ അതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കൂടിയിട്ട് ഇത്രയും സമയം ചെലവഴിച്ചത്. അതുണ്ടാവണം. ഇതേപോലെ ലീഡർഷിപ്പ് ഉണ്ടാവണം. അമേരിക്കയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ചോദിക്കുക നിങ്ങൾ എത്ര സോഷ്യൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ എൻ്റെ കുട്ടികളൊക്കെ ഇവിടെയുള്ളവർക്കൊക്കെ വലിയ യൂണിവേഴ്സിറ്റികളിൽ വലിയ ഫെലോഷിപ്പ് കിട്ടാൻ കാരണം അവരിവിടെ വലിയ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ആ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തൊക്കെ അവരുടെ പ്രൂഫാണ്. ഞാനാണിത് ഓർഗനൈസ് ചെയ്തത് എന്ന് പറയുമ്പോൾ, ഓ യു ആർ എ ഗ്രേറ്റ് ഓർഗനൈസർ, ഇമ്മീഡിയറ്റ്ലി അവർ ഫെലോഷിപ്പ് തരും, അവർക്ക് ജോലിയും കിട്ടും. ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെയൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള കഴിവല്ലേ? അതേത് ഭാഷയിലായാലും. ഇന്നിപ്പോൾ മലയാളത്തിലായിരിക്കും, ടുമോറോ യു മസ്റ്റ് ബി ഏബിൾ ടു ഡു ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജ്. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇപ്പം കമ്പ്യൂട്ടറിലെ 10 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 10 ലാംഗ്വേജ് പഠിക്കാൻ പറ്റില്ല? ക്യാൻ ലേൺ ഓൾ ദാറ്റ്. ആ സ്കില്ലൊക്കെ ആവശ്യമാണ്. പിന്നെ ബിടെക് പഠിച്ചുകൊണ്ട് ഇത് മാത്രം ചെയ്യണമെന്നില്ലല്ലോ, നാളെ എന്തും ചെയ്യാലോ. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം ശ്രീലങ്കയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ബിടെക് ഇലക്ട്രിക്കലാണ്. അവനവിടെ കുറേ കമ്പനികൾ മെയിൻ്റനൻസിൻ്റെ കോൺട്രാക്റ്റുള്ളൊരു പയ്യൻ. ഇവിടുത്തെ ഒരു സാധാരണ ഹൈദരാബാദിൽ ബിടെക് പഠിച്ചു വരുന്നത്.
അവൻ്റെ അമ്മാവനാണ് ഇവിടുത്തെ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി ഓണർ. അവൻ ആ അക്കാഡമിക്കേ അല്ല അവൻ എടുത്തത്, അയാൾ പോയത് മെയിൻ്റനൻസിനാണ്. അവൻ്റെ കീഴിൽ കുറേ എഞ്ചിനീയർമാർ വർക്ക് ചെയ്യുന്നുണ്ട്, 400 എഞ്ചിനീയർമാർ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും, എബ്രോഡിലും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. കാരണം പണ്ട് ഇലക്ട്രിക്കലായിരുന്നു, ഇപ്പോൾ കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് ആയി. കമ്പ്യൂട്ടർ സയൻസ് കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് ആണ്. സോ യു ആർ ഇൻ എ ബ്യൂട്ടിഫുൾ ഫീൽഡ്. ഇപ്പോൾ 4G എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണ്, ഇതിൻ്റെയൊക്കെ തുടക്കം പണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററും ഒക്കെ പോയിട്ട് വേൾഡ് ബിസിനസ് കോൺക്ലേവുകളിൽ സംസാരിക്കുന്ന ടോക്ക് കേട്ട് ഒരു 10 വർഷം മുമ്പ് 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ച് പഠിച്ച് അതിനകത്ത് എന്തൊക്കെ ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനും വരുമെന്ന് ആ സമയത്ത് അനലൈസ് ചെയ്ത് പഠിച്ചതുകൊണ്ടാണ് നമുക്കൊക്കെ പുതിയതായിട്ട് കേൾക്കുമ്പോൾ ഒരു വലിയൊരു സർപ്രൈസ് തോന്നാത്തത്. അപ്പോൾ ഇത്തരം ടോക്കുകളൊക്കെ കേൾക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ അത് വരും, പതുക്കെ പതുക്കെ വരും. വി വിൽ ഹാവ് മെനി മോർ സച്ച് ഡിസ്കഷൻസ്. ഓക്കെ, ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാം യൂട്യൂബിൽ. ആൻഡ് ഓൾ ഓഫ് യു ഹാവ് ടു സെൻഡ് എ വാട്സപ്പ് മെസ്സേജ് ടു മീ, സ്റ്റോർ മൈ നമ്പർ. ആ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവരും, ഇല്ലേ? അപ്ഡേറ്റ് മീ ഇൻ എവറി നോ.